ഫ്രണ്ട്സ്, ഞങ്ങളിങ്ങനെ ഇന്ന് നമ്മുടെ മംഗളാദേവി ക്ഷേത്രത്തിലെ ഉത്സവമാണ്. മംഗളാദേവി ഉത്സവമാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ വന്നിട്ട് തിരക്കുണ്ട്. കുമളി വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണം. ടിക്കറ്റ് എടുക്കുന്നിടത്ത് പോവാണ്. വമ്പം തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിവൃത്തിയില്ല. കാണിക്കാതെ ഇതുണ്ടോ, വണ്ടികൾ കൂട്ടിയിടുന്നുണ്ടോ? രാവിലെ കുമളി കൂടെ ഇങ്ങനെ പോകാട്ടോ. ഈ തമിഴ്നാട്ടുകാർ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സംഭവമാണ് ഇവിടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ വെളുപ്പാങ്കാലത്ത് 3 മണി മുതൽ ഇവിടെ ക്യൂ 3 മണി മുതൽ ഇവിടെ ക്യൂ ആണെന്ന് പറഞ്ഞു. 3 മണി മുതൽ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഇതുണ്ടല്ലേ, രാവിലെ കുമളിയിൽ തിരക്കുകളാണ് ഈ കാണുന്നത്. വണ്ടികൾ ഒരുപാട് ആണ്. അവിടെ നിന്ന് കയറ്റി വിടുന്നത്. അവിടെ നിന്ന് കയറ്റി വിടുന്നത് ഇതല്ലേ. അത് നമ്മുടെ ബോർഡറാണ്, കമ്പം ബോർഡറാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോവാണ്. നോക്കാം. ടിക്കറ്റ് 3 മണിക്ക് തുടങ്ങിയ തിരക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കാം നമുക്ക് ടിക്കറ്റ് കിട്ടുവാണ്. ഇത് കണ്ടില്ലേ, ക്യൂ 3 മണിക്ക് തുടങ്ങിയ ക്യൂ ആണ്. ഇതല്ലേ, എന്റെ പൊന്നടി, ഇത് ഒന്നും നടപടിയില്ല. ഇത് ഒരു 10 മണിയാകുമ്പോൾ ഇതുപോലെ തിരിച്ചു പോയേക്കാം, നടക്കത്തില്ല. അപ്പൊ ഞങ്ങള് എന്റെ ദൈവമേ, ഇതെന്തുവാണ് ഇത്? ഇത് കുമളി സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങി എനിക്ക് തോന്നുന്നത് കമ്പം വരെ ഉള്ള തിരക്കുണ്ട്. കണ്ടില്ലേ, അമ്പമ്പോ വെറുതെ വന്നല്ലേ, നടന്നു പോകാൻ പറ്റില്ലേ? ഇത് വെറുതെ ഇവരുടെ വെറുതെ 50 രൂപയ്ക്ക് കൊടുത്തു. അന്നവര് പോയേക്കാം. വെറുതെ നിൽക്കാന്നുള്ളൂ. ഇത് നീന്തല്ലേ, ഇതുണ്ടോ? ഇത് നോക്കി, എന്റെ ദൈവമേ, ഇത് തേക്കടി അങ്ങനെ എത്താറായി. എന്റെ ദൈവമേ, ഇതെന്തോ അല്ലേ, ഇത് നോക്കി തിരക്ക്. ഇപ്പൊ അതിന് തിരിച്ചു പോവാ. കുമ്മടിയും കൂടെ വരുന്ന ഒരു മാങ്ങാണ് ഇതോട്ടെ, മാങ്ങ. ഇതിന്റെ ആൾക്കാർ അവിടെ മടുത്തു നിൽക്കുവോ. അമ്പോ, ഇത് എന്നാ തിരക്കാ ഇത്. കുമളി സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങി. ഒയ്യോ, ഇതുകൊണ്ടൂടെ എന്റെ ദൈവം, അങ്ങോട്ട് പോയി അല്ലേ. എന്നെ കാത്തു വെറുതെ നടക്കൂല അല്ലേ. ഓയ്യോ, ഇത് വൈകുന്നേരം ആയാലോടത്തിലൊക്കില്ല അല്ലേ. സൂപ്പർ സ്റ്റാർ കണ്ടോ, തിരക്ക് കണ്ടോ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ടൈം പാസിന് കയറി നിൽക്കാൻ വേണ്ടി പോകണം. കാരണം നമ്മളവിടെ ചെല്ലുമ്പോഴത്തേന് സമയം കഴിഞ്ഞു പോകും, ഉറപ്പാനും കഴിഞ്ഞു പോകും. അതായത് കുമളി സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ വരെ എത്താനായിട്ട് എനിക്ക് തോന്നുന്നൊരു 2 കിലോമീറ്റർ ആൾക്കാരെടുക്കുള്ളൂ. അപ്പം ഞങ്ങൾ ക്യൂവിൽ നിന്ന് ഞങ്ങൾ പോകാൻ നോക്കി കഴിഞ്ഞപ്പോഴും ഒരു രക്ഷയില്ല. അതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് കുമിഞ്ഞു കൂടുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയം കൊണ്ട് നടന്നു പോകാമെന്ന് കുറച്ച് ചേട്ടന്മാർ പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് നടന്നു പോകണം. 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് നമ്മളവിടെ എത്തും. അപ്പോൾ ഞങ്ങൾ
ഇല്ലല്ലേ? അപ്പൊ ഞങ്ങള് ഇപ്പൊ കുറച്ചൊരു മലയാളികളെ കൊണ്ട് പോയത്. കുറച്ച് മലയാളികൾ പോയപ്പോ ഞങ്ങള് 2 ചേട്ടന്മാരെ കൂട്ടും കിട്ടിയപ്പോ ഞങ്ങളിങ്ങനെ നടന്നു പോവാണ്. ഞാനുകൊണ്ട് വൈഫ് ഉണ്ട്, നടക്കുവാണെന്നല്ലേ. 2 മണിക്കൂർ വേണം ഇവിടെ. 2 മണിക്കൂറല്ലേ? 2 മണിക്കൂർ കൊണ്ട് എത്താമെന്നുള്ള പ്രതീക്ഷ. 2 മണിക്കൂർ കൊണ്ട് എത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. നോക്കാം ഏതായാലും. ഓക്കെ, നമുക്ക് പോകുന്ന വഴിക്കത്തെ കാഴ്ചകൾ കാണിക്കാം. ഓക്കെ, ബാബാ. നടന്നു പോകുമ്പോൾ തന്നെ ഫസ്റ്റിലെ ഒരു ചെറിയ വഴി കേട്ടോ. ഞങ്ങൾ വരുന്ന വഴിയിൽ നിന്ന് നേരെ കയറി കഴിയുമ്പോൾ ഇതല്ലേ ഒരു ചെറിയ മംഗളാദേവി ക്ഷേത്രം എന്ന് ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. വേ ഫോർ പെഡസ്ട്രിയൽ പിൽഗ്രിംസിൻ്റെ കിടപ്പുണ്ട്. അപ്പം നമ്മൾ നേരെ ഈ റൂട്ടാണ് പോകേണ്ടത്. ഓക്കെ, അപ്പം ഞങ്ങളിങ്ങനെ അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ 2 ചേട്ടന്മാർ, 3 ചേട്ടന്മാരുണ്ട്. ഇവിടെ പോകുന്നതല്ലേ കുമിളിയിൽ ഇതുപോലെ ഇടയുണ്ടെന്നുള്ള കാര്യം പിന്നെ നടന്നു നമ്മൾ അറിയത്തുള്ളൂ. ഇത്ര മാങ്ങ കിടക്കുന്നുണ്ടോ? ഒരു വീടിന് മുറ്റത്ത് നിൽക്കുന്ന മാവ് നോക്കണം. ഇത് കായ ഇലയില്ല, അതുപോലെ എടേ ദിവ്യ മാങ്ങ കിടക്കണം. ഇത് യൂട്യൂബർ ഏട്ടാ. വേണ്ട, അങ്ങനെ ഞങ്ങൾ വേണ്ട. അപ്പം നമ്മളങ്ങനെ വനത്തിലോട്ട് സ്റ്റാർട്ട് ചെയ്യണം. വനത്തിൽ കയറുമ്പോൾ പിന്നെ കാട്ടുപോത്തുകളെ പോലെ കിടക്കുന്ന കുറേ പോത്തുകളെ കാണാൻ പറ്റും കേട്ടോ. ഇതുണ്ട്. അങ്ങനെ നമ്മൾ ഇതല്ല നടന്നു പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതണ്ടേ, ഇതുണ്ടല്ലേ. അപ്പം കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോഴെങ്ങും പോയി കിടക്കത്തില്ല. അപ്പം അതോർത്ത് ആൾക്കാർ കണ്ട നടന്ന് കാട്ടിയെടുപ്പാണ്. ഒരു 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അതികഠിനമായ ഒരു 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കിടുക്കാച്ചി ട്രെക്കിങ് പോലുള്ളൊരു ഫീലാണ് ഇപ്പം. പൊളിപ്പനാട്ടോ കാണിക്കപ്പം. ഇതൊരു കിടുക്കാച്ചി വീഡിയോ ആയിരിക്കും നമ്മുടെ. അല്ലേ, അങ്ങനെ നമ്മള് പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലൂടെ നമ്മൾ എൻട്രി ചെയ്യാൻ പോണ്. നമ്മുടെ ഇടമെല്ലാം കുറേ ഉണ്ട്. അങ്ങനെ എത്തണ്ടേ? അങ്ങനെ നമ്മള് കാടിൻ്റെ അത് കയറി കടുവകളും പുലികളും വിഹരിക്കുന്ന കാടിനകത്തോട് കയറി 13 കിലോമീറ്റർ അല്ലേ? ഇനി 13 കിലോമീറ്റർ കൊടും കാട്ടിക്കൂടുള്ള യാത്രയാണ് കേട്ടോ. നമ്മൾ ആദ്യം ഓർത്ത് ഒരുപാട് ആൾക്കാരൊന്നും കാണത്തില്ല ഓർത്ത്, പക്ഷെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നടക്കാനായിട്ട്. കഴിക്കത്തുള്ളൂ. എന്താ പിന്നെ വിശപ്പ് മാറും. അത് തന്നെ. പോകുന്ന വഴിക്കത്തെ കാഴ്ചകളെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ആണ്. ഇവിടെ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. മംഗളാദേവി ക്ഷേത്രം കാൽനട യാത്രക്കാർക്ക് പോകേണ്ട വഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ. അതായത് നമുക്ക് സത്യം പറയാം, നമ്മുടെ ടൈഗർ റിസർവിൻ്റെ അകത്ത് കയറുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അവസരങ്ങളിൽ കൂടെ നമുക്ക് വരത്തില്ല കേട്ടോ. ഇവിടെ നല്ല ബിസ്ക്കറ്റ് എന്തോ കൊടുക്കുമല്ല, കവറ് തപ്പി നോക്കട്ടെ പോലീസുകാർ തന്നെ. ഇതല്ലേ നമ്മുടെ പോലീസുകാരെല്ലാം അവിടെ ഉണ്ട്. എന്നാണ് പറഞ്ഞേ കണ്ടില്ലേ? അങ്ങനെ അവരൊക്കെ ഇഷ്ടം പോലെ പോലീസുകാർ ഇപ്പുണ്ട്. ഇതുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ നടന്നു പോകും കേട്ടോ. കാരണം നമ്മൾ ഈ വണ്ടി ഇരിക്കാൻ നോക്കി കഴിഞ്ഞാൽ അവസാനം ജീപ്പിന് സ്പേസ് എന്ന് പറഞ്ഞുകൊണ്ട് സമയം കഴിഞ്ഞു പോകും. നമ്മൾ വെറുതെ നിൽക്കുന്നവൻ മണ്ടനായി പോകും. ഉണ്ടല്ലോ, നല്ല നല്ല കിടുക്കാച്ച് കാട്ടിക്കൂടെ ഇങ്ങനെ നമുക്ക് കാഴ്ചകൾ എടുക്കും. ഷോട്ട് ജീപ്പ് പോകുന്ന വഴിയല്ലേ? നമ്മളിപ്പോ ജീപ്പിന് പോകണ അതിലാണ് പോണേ. ഇരിക്കും. ഇപ്പൊ നമ്മൾ ജീപ്പിന് പോകുമായിരുന്നെങ്കിൽ നമ്മുടെ ജീപ്പ് പോകുന്ന വഴിയാണ് ആ കാണുന്നത്. ജീപ്പ് വരുന്നത് പണ്ട് ഒരുപാട് ജീപ്പുകൾ പോകണ്ടല്ലേ, അതിലാണ് നമ്മൾ ജീപ്പിന് വരേണ്ടത്. ഇതേ ഉള്ളൂ അല്ലേ? അപ്പൊ കുമിളി നമ്മുടെ നടന്ന് ഒരു എക്സ്പീരിയൻസ് മേടിക്കല്ലേ? പൊളിയാട്ടോ, കിട്ടണം. ശരി, കാരണം വെച്ചാൽ നമുക്ക് ഈ ടൈഗർ റിസർവിനകത്ത് കയറണം ഇങ്ങനെ ഒരു അവസരത്തിൽ കൂടെ വരത്തുള്ളൂ. അല്ലെ ഓടി ഒന്ന് കയറാൻ പറ്റുമോ? വരത്തില്ല, ഒരിക്കലേ ഉള്ളൂ. ഇതുണ്ടല്ലേ, ഒയ്യോ തിരക്ക് നോക്കി. ഇതുണ്ടല്ലേ, ഈ ജീപ്പുകൾ പോയി നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും സമയം പോയെന്ന് പറയാം. അതിലും നല്ലത് നടന്നു പോകാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നമുക്ക് വർഷത്തിൽ ഒരിക്കലുള്ളൂ.
അതിന് വരുമ്പോൾ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല. ഒക്കെ ഇവിടെ പ്രൊഹിബിറ്റഡ് ആണ്. പിന്നെ പോലീസ്, കേരള, തമിഴ്നാട് പോലീസ് എല്ലാം ഉണ്ട്. മൂന്നാർ പോലീസ് ഉണ്ടല്ലേ. ഒരു വെറൈറ്റി സെറ്റപ്പാട്ടോ. മഴ പെയ്താൽ പെട്ടുപോകും, കയറി ഇടയൊന്നുമില്ല. 2 കിലോമീറ്റർ നമ്മൾ പോവാണ്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ. ഒരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്യും. അടിപൊളിയാണ്. ഇങ്ങനെ വനത്തിൽ കൂടെ ഒക്കെയുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ മംഗളാദേവി. അവൻ തിരിച്ചു പോവാ. ഇതുണ്ടല്ലേ കൊടുങ്കാട്, നമ്മുടെ അരിക്കൊമ്പനെ ഇറക്കി വിട്ട്. ഇത് ഈ ജീപ്പൊക്കെ പോണേ. ചില ജീപ്പുകളൊക്കെ കയറി പോകണ്ട, കല ജീപ്പുകളൊക്കെ. കൊണ്ടുപോയാൽ ഇതുണ്ടോ ബ്ലോക്കാ, അതിൽ നടന്നു പോകാം. ഇതുണ്ടോ നിർത്തി പോണം. ഇതിങ്ങനെയോ ഓ വാ. സൂപ്പർ സ്റ്റാർ. ഈ പൈസ കൊടുത്തമാര് മണ്ടനായിപ്പോ. നമ്മൾ നടന്നു പോകും. 300 രൂപ ലാഭിച്ചു അല്ലേ. സൂപ്പർ സ്റ്റാർ ഇടാൻ പാട്ട് പഠിക്കണോ ഇതല്ലേ. ഓ നമ്മൾ വണ്ടി പോകണം അല്ലേ. 25 വർഷമായിട്ട് നമ്മുടെ മംഗളാദേവിയിൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷം വരുന്ന മധുച്ചേട്ടൻ ഫ്രം എവിടെയാണ് ചേട്ടാ? പെരിയാറിലുള്ള ചേട്ടനാണ് നമ്മുടെ ഗൈഡിനെ പോലെ നമ്മളെ സഹായിക്കുന്നത് കേട്ടോ. ആ കണ്ടോ, ഇതൊക്കെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി നമുക്ക് ഒരു ഫോറസ്റ്റിൻ്റെ അകത്തൂടെ കയറുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പം ഇതുപോലുള്ള അവസരങ്ങൾ വേണം നമ്മൾ ഫോറസ്റ്റിൻ്റെ അകത്ത് കയറി നടക്കുക എന്നുള്ളത് അല്ലേ. അടിപൊളിയാണ്. കിട്ടിക്കാച്ചി കാട്ടിൽ കൂടെ ആനും മാനും കടുവയും പുലിയും സിംഹവും ഒക്കെ വിഹരിക്കുന്ന കാട്ടിൽ കൂടെ നടക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ലക്കിയസ്റ്റ് പേഴ്സൺസിന് മാത്രം നടക്കുന്ന കാര്യമാണ്. കണ്ടോ പൊളിപ്പൻ സ്ഥലം. ഒരുപാട് ചെക്കിങ്ങുകളുണ്ട് കേട്ടോ. അടുത്ത ചെക്കിംഗ് ആണ്. കുറച്ച് നമ്മളൊരു 1 കിലോമീറ്റർ വന്നു കഴിയുമ്പം കയ്യിൽ പ്ലാസ്റ്റിക്, കുപ്പി അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ സ്കാനറിൻ്റെ അകത്തോടെ കയറ്റി നമ്മുടെ എന്തെങ്കിലും വല്ല നിഗൂഢമായ സാധനങ്ങളുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇവിടെ ചെക്ക് ചെയ്തിട്ടാണ് കയറ്റി വിടുന്നത് കേട്ടോ. ഇതല്ലേ ആണല്ലോ. ഇതിൻ്റെ അകത്തോടെ കയറ്റി സംഭവത്തിനകത്ത് കയറ്റിയാണ് നമ്മളെ വിടുന്നത്. ഇതുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ടെമ്പിൾ പ്രീമിസസ് ക്ലീൻ വേണം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇതുണ്ടോ ചെക്കിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒടുക്കാത്ത ക്യൂ ആണ്. ഇതല്ലേ ആൾക്കാരെല്ലാം ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്. എടി ഇത് കഴിഞ്ഞിട്ട് വന്നവരാണ് തോന്നി. ഇത് തിരിച്ചു വന്നവരാണോ? അല്ലല്ല, ഇതുണ്ടല്ലേ ഇതുണ്ടല്ലേ മൊത്തം തിരക്കാണ്. ഇതല്ലേ നമ്മളവിടെ ഇതെന്താ കാടി കയറി. ഇതാണ് ഇപ്പോഴാണ് കാടി കയറുന്നത്. ഇതാണ് ഇപ്പൊ നമ്മള് ഏതാ ഫെൻസിങ് അല്ലേ. ഇതല്ലേ ആന കയറാൻ വേണ്ടി ഫെൻസിങ് ഒക്കെ ഫുള്ള് ഇട്ടേക്കാണ് കേട്ടോ. അപ്പൊ നമ്മള് ഒറിജിനൽ കാട്ടി കയറി അല്ലേ. പക്കാ കാട്ടില്ലേ അല്ലേ. അതുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ചെക്കിങ്. എനിക്കൊന്ന് ആനേനെ ഇറക്കി വിട്ടു. ഇവിടെ കണ്ട നമ്മുടെ അരിക്കൊമ്പനെ ഇറക്കി വിട്ടു. ഇവിടെ അല്ലേ ആണോ? അങ്ങനെ നമ്മള് യഥാർത്ഥ കാട്ടിൽ കയറി, ഒറിജിനൽ കാട്ടിലോട്ട് കയറി. നമ്മുടെ നാഷണൽ നമ്മുടെ എന്നാടി ടൈഗർ റിസർവിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കയറി. പെരിയാർ ടൈഗർ റിസർവിൻ്റെ അകത്തോട്ട് കറക്റ്റ് കയറി. അങ്ങനെ നമ്മൾ നടന്നു പോവാണ്. ഇതുണ്ടല്ലോ നമ്മുടെ പുറകിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വണ്ടികളെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ട് കൊണ്ടുണ്ട്. എമർജൻസി ആയിട്ടുള്ള നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ വണ്ടികൾ കിടപ്പുണ്ട്. നമ്മുടെ ഫോറസ്റ്റിൻ്റെ, പോലീസിൻ്റെ, പട്ടാളത്തിൻ്റെ എന്ന് വേണ്ട എല്ലാ വണ്ടികളും ഇഷ്ടം പോലുണ്ട്. വെള്ളമൊക്കെ കിട്ടും കേട്ടോ. പോകുന്ന വഴി വെള്ളമൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ പൊടിയാണ് കേട്ടോ. ഒരു മാസ്ക് വെച്ചിട്ട് വേണമെങ്കിൽ പൊടിയായിരിക്കും. ഇതുണ്ടല്ലേ ഇതുണ്ടോ നമ്മൾ സ്പീഡിൽ പോയാൽ പെട്ടെന്ന് മടുത്തു പോകും. അപ്പോൾ പതിയെ അല്ലേ. ഇതുണ്ടല്ലേ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ. ഇതുണ്ടോ പോലീസ് വണ്ടി കിടപ്പുണ്ട്. ഇതുണ്ട് കൊടുങ്കാട്ടിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പൊളിക്കും നമ്മൾ. ഒരുപാട് വെയിലില്ല, തുടങ്ങിയിട്ടില്ല കേട്ടോ.
പൊടിയാട്ടോ അമ്പമ്പാ. ഉയ്യോ അമ്പം പൊടിയാടി. ഇപ്പൊ ഇച്ചിരി പതിയെ പോലെ എന്നെ കാത്തു പിസ്സ. എന്റെ നീ മടുത്തേ പറ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? വണ്ടിക്ക് പോകുന്നായിരുന്നു ഇതായിരുന്നു. ആ ഏകദേശം ഒരു സത്യമംഗലം കാട്ടിൽ കൂടെ പോകുന്നതിൻ്റെ ഒരു ഫീലാണ് കേട്ടോ. കൊടും കാട്, രണ്ടും കൊടും കാട് കേട്ടോ. അതിനെക്കാട്ടി ഇച്ചിരി ഒരു ഡീപ്പായിട്ടുള്ളൊരു ഫോറസ്റ്റ് ആണിത്. അല്ല രണ്ടും ഡീപ്പ് അല്ലേ? അല്ല സത്യമംഗലം കാട് ഇത്രയും ഡീപ്പ് അല്ലെന്ന് എനിക്ക് കാരണം വെച്ചാൽ അത് ഉണങ്ങി കിടക്കും അല്ലേ നമ്മൾ പോയപ്പോൾ. ഇത് നന്നായിട്ട് കാണിക്കാവേ കാണേ, നല്ല പച്ചപ്പഴം കിടക്കുവാണ്. ഒരുപാട് ഉണക്കം ഒന്നും വരുന്നില്ല ഇതിൻ്റെ ഉണ്ടല്ലോ, നല്ല തെളിഞ്ഞ് കിടക്കുന്നേ. എനിക്കൂടെ എന്തെങ്കിലും അതല്ലേ. അപ്പോൾ പോലീസുകാരൊക്കെ മാസ്ക് വെച്ചാൽ നിൽക്കുന്നത്, നല്ല പൊടി അതുപോലെ ഇതല്ലേ. പോലീസുകാർ നിൽക്കുന്നത് നമ്മൾ പോലീസുകാരനെ കണ്ടു ഇതല്ലേ. അപ്പോൾ കിടുക്കാച്ച സ്ഥലമാണ്. അപ്പോൾ ഇതുണ്ട്, ആൾക്കാർ വരുന്നുണ്ടോ ഇത്രയും. നമ്മളെപ്പോലെ ഇഷ്ടംപോലെ നടന്ന ആൾക്കാർ. കാരണം ഞാൻ പറ്റില്ല ജീപ്പിന് നോക്കി നിന്ന ജീപ്പ് വരാൻ ഒരുപാട് സമയം എടുക്കും. നമ്മുടെ മതിച്ചേട്ടൻ നാണ്ട് വരുന്നു. മതിച്ചേട്ടൻ ഹായ് കാണിച്ചേ കണ്ടോ. പുള്ളിക്കാർ 25 വർഷമായിട്ട് നടന്നു വരുന്ന വ്യക്തിയാണ്. ഇതുണ്ട് നമ്മുടെ സൈഡ് ഇവിടെ പൊളിപ്പനാട്ടോ കണ്ടോ. ഇതുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ്. അതെ ഞാൻ നമ്മുടെ ഈ ചേട്ടൻ്റെ മോട്ടിവേഷനിലാണ് നമ്മൾ ക്യൂവിൽ നിന്ന് ചാടിപ്പോട്ടെ. ചേട്ടൻ പറഞ്ഞു നിങ്ങൾ നടക്കുക അടിപൊളിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ജീപ്പിനെ വരത്തുള്ളൂ. കാരണം ഇത്രയും ഇത്രയും 1.5 മണിക്കൂർ കൊണ്ട് ജീപ്പിന് നടന്നു പോകാൻ 2 മണിക്കൂർ അടുത്ത് വരും. പുള്ളി പറഞ്ഞ് നല്ല കിടുവാ നടന്നു പോകാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നടക്കാന്ന് വെച്ച്. വന്നു കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ നടക്കാനായിട്ടുണ്ട്. ശരിയാ. ക്യൂ നിന്ന് കഴിഞ്ഞാലേ ഈ കാഴ്ച ഒന്നും, പ്രകൃതിയുടെ ഈ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ക്യൂവിൽ നിന്ന് ചാടി. പൊടിയാട്ടോ, ഒരു രസമാണ് പൊടിയാണ്. ആനയ്ക്ക് കുടിക്കാൻ വെള്ളമൊക്കെ കാണിക്കാം. അതുതന്നെ ആന ഒന്ന് കുളിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടല്ലേ, ഇങ്ങനെ കുഴികൾ കുഴിച്ചിട്ട് പോകുന്നുണ്ടോ, വെള്ളം നിറച്ചിട്ട് കണ്ടല്ലേ. അതിൽ കൂടെ ആന ഇറങ്ങുന്നുണ്ടോ കണ്ടോ കിട്ടുക്കനല്ലേ. ഇത് നല്ല നിരപ്പായ സ്ഥലം. ഇതൊക്കെ ആനകളും കടുവയും പുലിയും എല്ലാം വിഹരിക്കുന്നുണ്ടല്ലേ. ആനയാന്ന് തോന്നുന്നു, പന്നിയോ പട്ടിയോ എന്തൊക്കെ ചാടുന്നു. വാവ്, അതിമനോഹരമായ കാഴ്ചകൾ തേടി നമ്മൾ പോകുന്നു വീണ്ടും. കണ്ണിൻ്റെ അത് പൊടി കയറായിക്കാൻ വേണ്ടി സ്പെറ്റ്സ് വെച്ചാട്ടോ. ഭയങ്കര പൊടിയാണ്. മുതുവയിലാകുമ്പോഴത്തേനും കണ്ടച്ചില്ല 13-15 കിലോമീറ്റർ ഉണ്ട് ഈ വനത്തിൽ കൂടെ, കൊടും വനത്തിൽ കൂടെ കേട്ടോ. പോലീസുകാരൊക്കെ മാസ്ക് വെച്ചാണ് പോകുന്നത്. മാസ്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുണ്ടല്ലേ, പൊളിപ്പൻ വ്യൂ ആട്ടോ. കണ്ടോ ഓരോരുത്തരെ ഒരു വണ്ടി ഇച്ചിരി സ്പേസ് കണ്ടു കഴിയുമ്പോൾ ചോദിക്കുമോ 2 പേരുടെ കൊണ്ടുപോകാമെന്ന്. കണ്ടോ കൊടും വനത്തിൽ കൂടെയുള്ള യാത്രയാണ്. അപ്പോൾ ഇതൊരു നല്ല എക്സ്പീരിയൻസ് കേട്ടോ. നമ്മൾ ജീപ്പിന് പോയി കഴിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ, ഒരു കാഴ്ചയും കാണാൻ പറ്റത്തില്ല. ഇടിച്ച് ഞെരുക്കി അവർ മാക്സിമം ആൾക്കാരെ കയറാൻ നോക്കും. അപ്പോൾ നമുക്ക് കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. എന്ന് പറയുമ്പോൾ അയ്യോ വണ്ടിയൊക്കെ പറന്ന് വരുന്നു കേട്ടോ. കണ്ടോ ഒന്നും കാണാൻ പറ്റില്ല, വണ്ടിക്ക് ചുമ്മാ ഞെരിങ്ങിയിരിക്കാനേ ഉള്ളൂ. ഇതാകുമ്പോൾ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. പൊടി കയറും ശരിയാ. ഇതുണ്ടോ നല്ല പൊളിപ്പൻ കാഴ്ചകളും കണ്ട് നമ്മൾ മംഗളാദേവിയിലോട്ട് പോകുന്നു. ഇതുണ്ടോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല ജീപ്പിൽ തന്നെ, ജസ്റ്റ് ചുമ്മാ കയറി ഇരിക്കാന്നുള്ളേ ഉള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ഫുള്ള് കറക്റ്റ് ക്ലിയർ ആയിട്ട് സ്ഥലങ്ങളെ കണ്ട് നല്ല പച്ചപ്പാർന്ന കണ്ടോ. അപ്പോൾ നമ്മൾ ജീപ്പിന് പോകാൻ ഭയങ്കര നഷ്ടമായി പോയനെ അല്ലേ. അപ്പോൾ ജീപ്പിന് വരുവാൻ നമുക്ക് ഭയങ്കര നഷ്ടമായി പോയനെ. ഇപ്പോഴുള്ള നല്ല മനോഹരമായ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റാതെ തന്നെ അല്ലേ. നമുക്ക് പയതിക്ക് എൻജോയ് ചെയ്യും. നമ്മൾ അവിടെ നിന്ന് ജീപ്പ് കയറി അവിടെ എത്തുന്ന സമയം നമുക്കിവിടെ കാഴ്ചകൾ ആൾക്കാർ കിട്ടുന്ന സമയം തക്കത്തിന് നമ്മുടെ വനത്തിന്റെ ഭംഗി ആസ്വദിച്ചാണ് പോകുന്നത്. നല്ല വെയിലും ഒന്നുമില്ല, നല്ല സുഖമായിട്ടിരുന്ന് പോകാം. ആൾക്കാരവിടെ ആലോചിച്ചു നമുക്കേ സത്യം പറഞ്ഞാൽ നമ്മള് ജീപ്പിന് വരുവാ ഒന്നും കാണാൻ പറ്റില്ലേ. പിന്നെ വർഷത്തിൽ ഒരിക്കലുള്ള ഒരു അവസരമാണ്. അപ്പം ഈ തവണ വരാൻ പറ്റാത്തവരെല്ലാവരും അടുത്ത വർഷം വരിക.
നടന്നു വരിക, നടന്നു വന്ന് അത് ഇതുപോലുള്ളൊരു സീന് ചേട്ടൻ പറഞ്ഞ പോലെ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഒരുമാതിരിപ്പെട്ട ഫോറസ്റ്റിനകത്തൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. അപ്പം നമ്മൾ ടൈഗർ ഫോറസ്റ്റിനകത്ത് കയറുന്നുണ്ടെങ്കിൽ ഈ അവസരത്തിൽ വരും. മംഗളാദേവി ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് കറക്റ്റ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലോർ ചെയ്ത് പോവാം. പട്ടിക്ക് പൊളിക്കാൻ, തകർക്കാം. നല്ല പച്ചപ്പാർന്ന വനത്തിൽ കൂടെ ഇങ്ങനെ തകർക്കാം. ഫോട്ടോഗ്രാഫി വേണ്ട. പോകുന്ന വഴിക്ക് എല്ലായിടത്തും നമ്മുടെ ഈ ആനയ്ക്കും ഇവിടുത്തെ കാട്ടുമൃഗങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇതുണ്ടോ, ഇതുണ്ടോ? മീനുണ്ട് ഇത്. ഇത് മീനുണ്ടല്ലേ, ഇഷ്ടംപോലെ മീനുണ്ട്. ആഹാ, അയ്യോ, മീൻ ഒത്തിരി ഉണ്ടോ. ഞാൻ ശബരിമല ഇവിടുന്ന് പന്തളത്ത് ചെയ്തിട്ട് പന്തളത്ത് നിന്ന് 3 ദിവസം കൊണ്ട് ശബരിമലക്ക് നടന്നു പോയിട്ടുണ്ട്. തിരുവാഭരണം പോകത്തില്ലേ, ഇതൊരു വമ്പൻ സെറ്റപ്പ് ആട്ടോ. നമ്മളെ ആക്ച്വലി ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ വീഡിയോ കാണുന്ന എത്ര പേരുണ്ടെങ്കിലും അടുത്ത വർഷം വരുന്നവർ മാക്സിമം നടന്ന് വരാൻ തന്നെ നോക്കുക. കാരണം നമുക്ക് കാടിൻ്റെ ഭംഗി ആസ്വദിക്കാനും അതുപോലെ നമ്മുടെ ടൈഗർ റിസർവിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാനൊക്കെ ആഗ്രഹമുള്ളവരും കാട് വനത്തിൽ ഫോറസ്റ്റിൻ്റെ അകത്തൂടെ പോയിട്ടില്ലാത്തവർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ നടന്ന് തന്നെ പോവാം. പതിയെ ടൈം എടുത്ത് നടന്നാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജീപ്പ് നോക്കി നിന്ന് കഴിഞ്ഞാൽ കുമളിയിൽ 1 മണി കഴിഞ്ഞാലും ജീപ്പ് കിട്ടാൻ പോകും. കാരണം അതുപോലെ 10,000 ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നിൽക്കുന്നത്. കുറച്ച് നമ്മൾ മടുത്തു. ഇതാണെങ്കിൽ നല്ല കാടൊക്കെ ഉണ്ട്, നല്ല ഡീപ്പ് ഫോറസ്റ്റ് ആണ്. ഇതില്ലേ, ഡീപ്പ് ഫോറസ്റ്റിനകത്തോടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടോ. നമ്മൾ പ്രാർത്ഥിച്ച സത്യമുള്ള കാര്യമായിരിക്കണം. പറയല്ല. അപ്പം മംഗളാദേവി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യം അച്ചട്ടാന്ന് ചേട്ടൻ പറയുവാണ്. അപ്പോൾ നമുക്ക് പോകാം അങ്ങോട്ട്. ഇപ്പോൾ ആരൊക്കെ പറക്കും കേട്ടോ, ബോധമില്ലാതെ. കാരണം വേറെ വണ്ടിയൊന്നുമില്ലല്ലോ ഇവിടെ, വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. വേറെ വണ്ടികളൊന്നും കൂട്ടിയിടിക്കുമെന്നോ. കാരണം ഫോറസ്റ്റിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ എൻ്റെ പൊന്ന് ഗെയ്സ്, നടന്ന് ഊപ്പാട് തീർന്നു. കൊടും മനമാണ്. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് ചേട്ടാ? 10. ഇനി ഒരു 8-9 കിലോമീറ്റർ കൂടെ 8 കിലോമീറ്റർ അമ്പലം വരെ ഇനി 8 കിലോമീറ്റർ കൂടെ കൊടുങ്കാട്ടി കൊടുങ്ങിയതുണ്ടോ. പുഴു ഇതുണ്ടല്ലേ. പിന്നെ ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ ചേർന്നത്, നമ്മുടെ സ്വന്തം വണ്ടി കൊണ്ട്, അത് 4x4 വണ്ടിയും കൊണ്ട് നമുക്ക് സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ അതും കൊണ്ട് വരാൻ കണ്ടു. നമുക്കറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഈ ചേട്ടനാണ് പറഞ്ഞത്, നമുക്ക് സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ ഫ്രണ്ടുള്ള വണ്ടിയാണെങ്കിൽ അതുകൊണ്ട് വരാമെന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ അടുത്ത വർഷത്തിലേക്ക് വരികയാണെങ്കിൽ സ്വന്തം വണ്ടിയൊക്കെ ആണെങ്കിൽ ജീപ്പ്, താറ് ഒക്കെ ഫ്രണ്ട് ഉള്ള വണ്ടിയും കൊണ്ട് വരാം കേട്ടോ. 4x4 എല്ലാ വണ്ടിയും കൊണ്ട് വരാം കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരുപാട് വണ്ടികളുടെ തിരക്ക് വരുന്നു. എന്നിട്ട് പകുതി സ്വന്തം വണ്ടി കൊണ്ട് വരുന്നവരാ കേട്ടോ. ഞാൻ ഓർത്ത് അങ്ങനെ വരത്തില്ലെന്ന് ഓർത്ത്. ഇതുണ്ടല്ലേ. പിന്നെ ഇടയ്ക്ക് വെച്ചെങ്ങാനും സ്വന്തം വണ്ടിയൊക്കെ നല്ല അടിപൊളി വണ്ടിയാണെന്ന് ഉറപ്പ് വരുന്നു. കാരണം ഇടയ്ക്ക് വെച്ചെങ്ങാനും വില കേടായി പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരെടുത്ത് കാട്ടിലോട്ട് ഉന്തിയിടത്തേ ഉള്ളൂ. അപ്പോൾ അത് നോക്കിയും കണ്ടൊക്കെ വേണം വരാനായിട്ട്. കണ്ടില്ലേ, മംഗളാദേവി അമ്പലത്തിലോട്ടുള്ള യാത്രയിലാണ് നമ്മൾ വീണ്ടും. സോറി, എന്നാ പറയുന്നു? നല്ല സുഖമുണ്ടല്ലേ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അല്ലേ. എൻ്റെ പോയതുണ്ടോ. ഇപ്പം ആൾക്കാർ ഇങ്ങനെ നടക്കുവാണ്. നടന്ന് പോവാണ്. മുണ്ട് എടുത്തോണ്ട് വരുന്നത് ഏറ്റവും നല്ല കേട്ടോ. അല്ലെങ്കിൽ ഒരഞ്ഞ് ഊപ്പാട് വരും കാല്. എൻ്റെ അമ്മ അല്ലേ, സത്യമല്ലേ. ഈ ജീൻസ് ഒക്കെ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കാല് ഒരഞ്ഞ് ഊപ്പാട് വരും. ഓണടിച്ച് കാറിക്കോട് വരാണോ. ഇതൊക്കെ സ്വന്തം വണ്ടി കേട്ടോ, സ്വന്തം വണ്ടി കൊണ്ട് വരുന്നതാണ്. കൊടും വനമാണ്, ഡീപ്പ് ഫോറസ്റ്റിനകത്തോടാണ്. നമ്മളിപ്പോൾ ഇങ്ങനൊരു അവസരത്തിൽ കൂടെ അല്ലാതെ നമുക്ക് ഇങ്ങനൊരു ഫോറസ്റ്റിനകത്ത് നമുക്ക് ജീവിതത്തിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല. അപ്പം എല്ലാവരും ഇത് ഓരോ വർഷം കഴിയുന്നവരും ഈ മംഗളാദേവി അമ്പലത്തിലൂടെ വരുന്ന ഭക്തരുടെ അളവിൽ ഗണ്യമായ വർധനമാണെന്നാണ് അവർ ചേട്ടൻ പറഞ്ഞത്. ഇത്തവണ വരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. ഇപ്പം ഇതിനെയും വരും കാലഘട്ടങ്ങളിൽ ശബരിമല പോലെ ഒരു ഫേമസ് ഒരു പിൽഗ്രിം
ഏരിയയായി മാറും എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം അതുപോലെ വിശ്വാസികളാണ് ഇങ്ങോട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ തമിഴ്നാട്, കർണാടക, ആന്ധ്ര അവിടെ നിന്ന് ആൾക്കാരാണ്. ഇപ്പം മലയാളികൾ ഒരുപാടുണ്ട്, കൂടുതൽ തമിഴ്നാട്ടുകാരാട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് അയ്യോ മടുത്തു. ഇനി 7 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. മടുത്തൂപ്പാട്. നമ്മുടെ ഇടയ്ക്ക് വരുന്ന വഴിക്ക് ഒരിടത്ത് നിർത്തി വെള്ളം കുടിച്ചു. അയ്യോ അല്ലേ, തൂപ്പാട് തീർന്നു കേട്ടോ. നല്ല കൊടും കാടാണ്. അയ്യോ നടന്ന് ഒരു ഡീപ്പ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ടൈഗർ റിസർവിൻ്റെ ഏറ്റവും വലിയ ഡീപ്പായിട്ടുള്ള ഏരിയയിൽ കൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ ഓരോരോ മരങ്ങൾ നോക്കി. കണ്ടില്ലേ എന്നാ ഇതുണ്ടോ. ഇതല്ലേ പോകുന്ന വഴിക്ക് കുറേ ഇങ്ങ് വന്നു കഴിയുമ്പോൾ വമ്പനായിട്ടുള്ള ഇതുണ്ടല്ലേ ബ്ലോക്കാണ്. വമ്പം ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വമ്പം കാടിനകത്ത് കാണുന്ന ബ്ലോക്കാണ്. ഇതല്ലേ അതുപോലെ വാഹനങ്ങളാണ്, ജീപ്പുകളുടെ ബഹളമാണ് ഈ കാണുന്നില്ലേ. അയ്യോ വമ്പൻ ബ്ലോക്ക്. ഉണ്ടോ നടന്ന് പൂപ്പാട് ഇനി എൻ്റെ 7 കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ. അതല്ലേ നിന്ന് പോയി പൂപ്പാട് വരുവേ. കാട് കാണിക്കട്ടെ. കാട് കാണിച്ചു. നല്ല വിജനമായ കൊടും കാട്ടിൽ കൂടല്ലേ യാത്ര. പറക്കുക എന്റെ മോനെ നടന്ന് ഊപ്പാട്. ഇതുണ്ട് മുതുകയറ്റം കേട്ടോ. വനത്തിന്റെ അകത്തൂടെയുള്ള മുതുകയറ്റം ഇതുണ്ടോ. ഭയങ്കര മുതുകയറ്റം കയറി ഒരു നിരപ്പായ ഒരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലം കാണാൻ കൊതിക്കുവാണ്. കാണിക്കുന്നതാണ് പോലീസുകാർ. ഇവിടെ നിന്ന് എന്തോ ഒരു കാട്ടിക്കൂടെ കയറിവിടാണിത്. ഇതുണ്ടോ, ഇത് ജീപ്പുകൾ ഇതിലേ പോന്നു. ആൾക്കാർ ഇങ്ങനെ മുതുകയറ്റത്തിൽ കൂടെ കയറ്റി വിടുന്നുണ്ട്. ജീപ്പുകൾ അതിലേ പോണേ കണ്ടോ. ഉണ്ടല്ലേ ആൾക്കാര് ജീപ്പ് കയറിപ്പോ ഇതുണ്ടോ. ഇനി കാട്ടിക്കൂടുള്ള യാത്രയാണ്. ഇതൊക്കെ ഒരു വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആയി കേട്ടോ. ഇതുണ്ടോ ഇങ്ങനെ ഏതെങ്കിലും ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് നമുക്ക് ഇങ്ങനെ കയറാൻ പറ്റുമോ? അത് ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. ഇവിടുന്നുണ്ടോ പൈലയോ ഇതുണ്ടോ. ഇത് വമ്പ സെറ്റ് പാട്ടോ. അതുണ്ടോ കാട്ടിക്കൂടെ ഇങ്ങനെ. അയ്യോ എടി ഹായ് പറഞ്ഞു. അയ്യോ ഇതുണ്ടോ നല്ല സൂപ്പർ മണ്ണാണ് കേട്ടോ. ഇതിനകത്ത് ആൾക്കാരിങ്ങനെ കാട്ടിക്കൂടി ഇങ്ങനെ കയറുക കേട്ടോ. കാടിൻ്റെ അകത്തോടെ ഇങ്ങനെ കയറി ഓരോ ചേട്ടന്മാർ പോവാണ്. വമ്പാൻ സെറ്റപ്പ് ആട്ടെ വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വനത്തിൻ്റെ അകം പൊളിയാണ്. തെന്നി വീഴും നോക്കണം. ഇതുണ്ട് കുത്തുകാരും കയറി ആൾക്കാർ വരുന്നുണ്ടോ. ഇതുണ്ട് എത്തിയതേ നിരപ്പായ ഏതൊരു സ്ഥലം
എത്തിയതായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ 15 കിലോമീറ്റർ താണ്ടി 15 കിലോമീറ്റർ അല്ലേ മൊത്തം അല്ലേ? അല്ലല്ല മൊത്തം 13 കിലോമീറ്റർ. ടോട്ടൽ 13 കിലോമീറ്ററാണ്. 13 കിലോമീറ്റർ താണ്ടി വീണ്ടും ഒരു നിലപ്പായി എവിടെ വന്ന് ചാടിയിട്ടുണ്ട്. അയ്യോ എൻ്റെ പൊന്നെ എൻ്റെ വീണ്ടും വന്നു. അയ്യോ ഇതിലൂടെക്കോ കയറി വീണ്ടും മുതൽ കൊച്ചു പിള്ളേരെല്ലാം ഉണ്ട് കേട്ടോ. കൊച്ചു പിള്ളേർ വലിയ പ്രായമായവർ എല്ലാം ഉണ്ട്. ഇനി ഒരു മുതുകയറ്റം കയറുവാണ്. കാണിക്കാം കണ്ടില്ലേ? ഇനി ഒരു കയറ്റം കൂടി കയറി. എനിക്ക് തന്നെ ആ കാണുന്ന മലയുടെ പുഞ്ചമാണ്. ഇത് കണ്ടോ, ഞാൻ സംഭവം കാണി. ഇതേണ്ടത് അങ്ങ് ദൂരെ കാണും. ഇതാണ് അമ്പലം. ഇതേണ്ടത് ഇത് കണ്ടോ? ഇതാണ്ട് ഇതാണ് ഇതിന് ആൾക്കാർ നിൽക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ അവിടെ ചെല്ലണം. ഇനി നമുക്ക് ആൾക്കാർ കുരുകുരുവാ നടക്കുന്നുണ്ടോ? ഇതാണ്ട് ഇവിടെ ഇതാണ് അമ്പലം. ഇതാണ് അമ്പലം. ആൾക്കാർ പോവാ. ആ അത് തന്നെ. ഇത് കണ്ടോ ആൾക്കാർ ഇതുണ്ട്. വണ്ടികൾ പോകാനുണ്ട്. ഇതുണ്ട്. ഒയ്യോ നമുക്കപ്പോൾ ഇനി ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ മോനെ ഒയ്യോ പൊടിയെന്ന് പറഞ്ഞോ ഒരുമാതിരി നാറിയ പൊടിയാ കേട്ടോ. അയ്യോ അയ്യോ നമ്മൾ വരുന്ന വഴി കാണാൻ നല്ലൊരു വ്യൂ അതുണ്ടല്ലേ. ഫുള്ള് ഘോര വനത്തിൽ കൂടി ഇങ്ങനെ അല്ല കൊടും വനമാട്ടോ. ഇനി ഇതിലൂടെ കുറച്ച് ഷോർട്ട് കട്ട് ഉണ്ട് അല്ലേ? ഉണ്ടോ? ഇനി ഇങ്ങനെ ആൾക്കാർ കുറെ മടുത്തവിടെ ഇരിക്കുവാണ്. കുറെ പേര് ചോറിടുന്നു. അയ്യോ മടുത്തു. ചോറൊക്കെ തിന്നാൻ കൊണ്ടുവരുവാണെങ്കിൽ ജീവൻ രക്ഷിക്കാം. അവിടെ മുകളിൽ ഫുഡുണ്ടെന്നാണ് പറഞ്ഞത്. പോയി നോക്കാം. ഉണ്ടല്ലേ. ഇനി ഇതുവരെ ആ നിരപ്പായ സ്ഥലമൊന്നും ആയിട്ടില്ല. ഇതല്ലേ എന്റെ പൊന്നു കൈ പറ. എങ്ങനെയുണ്ടടാ? നിങ്ങൾ പിന്നെ അങ്ങോട്ട് നടന്നാണ് പോയി. എത്ര മണിക്ക് വന്നോട്ടെ? നമുക്കൊരു ആയുധം കിട്ടി. ഈ ചേട്ടൻ നമുക്ക് തിരിച്ചു തന്നു 2 ആയുധം. 8 ഭയങ്കര നിരക്കല്ലേ? ഇല്ലേ? ഫുഡ് കഴിച്ചോ? നല്ലതാണോ? എന്നാ ചേട്ടാ ഫുഡ്? ബിരിയാണി. എനിക്ക് ഓടി വാ. ഓടി പോകുമ്പോ എങ്ങനെയുണ്ടടാ? ഒരു ചേട്ടൻ തന്ന കമ്പ കേട്ടോ. ആ ചേട്ടൻ ഇങ്ങനെ കുത്തി നടക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് തൽക്കാലത്തിന് ചേട്ടൻ കമ്പ് തന്നിട്ടുണ്ട്. ഇത് കുത്തി നടക്കാം. ഓക്കെ. ഏകദേശം ഇതായില്ല. നമ്മളോർക്കും ശബരിമല പോകുന്നത് ഇതാണ് എളുപ്പമാണ്. പക്ഷെ ശബരിമല പോകുന്നത് ഇത് എളുപ്പമാണ്. എൻ്റെ പോലെ നടന്ന് ഇതാ നമ്മുടെ കുമ്മാണിയെ പോലെ ഒരു കൊച്ച്. അല്ല കൊറേ പേരുണ്ട്. കുമ്മനെ കൊണ്ടുവരുവേ നല്ലായിരുന്നു. പക്ഷെ നടന്ന് നമ്മൾ മടുക്കും. കാലയിലേക്ക് മസില് കോച്ചി പിടിക്കുന്നുണ്ട്. നടക്കാൻ മേല. കൊടും വനത്തിൽ കൂടെയുള്ള യാത്ര അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന, വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന കണ്ണകി ദേവി ക്ഷേത്രത്തിലെ ഉത്സവം. അപ്പോൾ നിങ്ങൾ അടുത്ത വർഷം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വന്തം വണ്ടി വരിക. 4x4 വണ്ടി ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് വരിക. നമുക്കിത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ 4x4 വണ്ടി ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇവിടെ വരാം. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ എല്ലാം പോലീസുണ്ട്. ഏകദേശം ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ആ അമ്പലം ഇരിക്കുന്ന മല കാണാൻ പറ്റുന്നുണ്ട്. ഇനി എത്തണമെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഇനി നല്ല വ്യൂ ഉള്ള സ്ഥലമാണെന്ന് പറയുന്നത്. ഇനി ഏട്ടാ ഒടുക്കത്തെ പൊടി കേട്ടോ. ഒടുക്കത്തെ പൊടിയായി. ജീപ്പുകൾ ഇങ്ങനെ പറ. എടി നിന്റെ അഭിപ്രായം എന്നാ? എൻ്റെ അഭിപ്രായത്തിൽ വരികയാണെങ്കിൽ വെളുപ്പിന് 2 മണിക്ക് എഴുന്നേറ്റ് വരിക.
3 മണിയാകുമ്പോൾ അന്തസ്സായിട്ട് നല്ല ആദ്യം ക്യൂ കയറി നമുക്ക് പാസ് എടുത്ത് ജീപ്പിൽ കയറി വരാം. ആരും ദയവ് ചെയ്ത് നടക്കരുത്. അയ്യോ മുട്ടി നിൽക്കുന്നവരാണെങ്കിൽ നടന്നു. അയ്യോ ഉള്ളവരാണെങ്കിൽ മാത്രം കാലിൻ്റെ ആണല്ലോ ഇപ്പോട്ടെ ഇടപാട് തീരും. ആലോചിക്ക് 15 കിലോമീറ്റർ മുതു കയറ്റവും വളവും കാട്ടിൽ കൂടെ ആദ്യം പെട്ടെന്ന് നടക്കുമ്പോൾ നമുക്ക് ശരി നമ്മൾ നടക്കാതെ കാണിക്കാം, അങ്ങ് ദൂരെ കാണിക്കാം നോക്കണം. ഇതാണല്ലോ അങ്ങാണ് മലയുടെ അടച്ചില്ല, നമുക്ക് ഇനിയും കൊണ്ട് പോകാനായിട്ട് നോക്കണം. ആൾക്കാരിങ്ങനെ വെള്ളമൊക്കെ കൊണ്ടുവരണം. കഴിക്കാൻ എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ട്. പൊടിയാ, ഭയങ്കര പൊടിയാ. അയ്യോ അതെ അതെ, പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്. പോലീസുകാരൊക്കെ ഊപ്പാട് തീർന്നു. അങ്ങോട്ടേക്ക് അവിടെ ചെല്ലണം. ഉൻ്റെ പൊന്നെ, അവിടെ ചെല്ലാം നമുക്ക്. ആ കാണുന്നേ അവിടെ എല്ലാം വണ്ടികൾ ഇറങ്ങുന്നുണ്ടോ? അയ്യോ ഓർത്തോണം, കൊടും വനമാണിതുണ്ടോ. ഒരു മല എത്തി തൊടുന്നുണ്ടോ? ഇത് മൊത്തം കൊടും വനമാണുണ്ടോ. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. വനത്തിൽ കൂടെ തന്നെ യാത്രയാണ്. നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ കൊടും വനമാണ്. ആ വനത്തിലാണ് മംഗളാദേവി കണ്ണകി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരള തമിഴ്നാട് ബോർഡറിലാണ്. രണ്ടുപേരുടെ ഈക്വൽ പാർട്ണർഷിപ്പിലുള്ള അമ്പലമാണ്. ഇതുണ്ടല്ലേ. അപ്പോൾ നമ്മൾ വർഷങ്ങൾ കാത്തിരുന്ന് വരുന്നതാണ് ഞങ്ങളിവിടെ. എല്ലാ വർഷവും വരണം നോക്കും. അപ്പോൾ ആ കറക്റ്റ് സമയം എന്തെങ്കിലും ഒരു ഇതായിട്ട് മാറുന്നില്ല. ഇനിയാണ് നല്ല വ്യൂ ആണ്. ഇനിയുള്ള വ്യൂ ആണ് നമ്മൾ കാണേണ്ടത്. കിടുക്കാച്ചി വ്യൂ ആണ്. നമ്മുടെ വാഗമണ്ണിലെ പോലെ മൊട്ടക്കുന്നുകൾ പോലെ എടി അങ്ങോട്ടേക്ക് അവിടെ ചെല്ലണം. എൻ്റെ അമ്മച്ചി ഇത് കണ്ടോ, നടക്കരുതെന്ന്. ഇത് കണ്ടോ, എൻ്റെ ദൈവമേ, ഇത് അവിടെ ചെല്ലണം നമ്മൾ. ഇതിന് വണ്ടി കിടക്കുന്നുണ്ടോ? ഉയ്യോ, നിങ്ങൾ വരുന്നവർ ഉറപ്പായിട്ടും നടന്ന് വരണ്ട, ബസ്സിന് തന്നെ വന്നാൽ, വണ്ടിക്ക് തന്നെ വന്നാൽ മതി. അല്ലെ ഊപ്പാട് തീർന്നു. അയ്യോ ഇത് കണ്ടല്ലേ, ഇത് കണ്ടോ, ഈ കൊടും കാടിനകത്താണ് ട്രെക്കിംഗ് ഒക്കെ അതുപോലെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുണ്ടോ, കൊടും വനമാണ്. കൊടും വനം ടൈഗർ റിസർവ് എന്ന് പറയുന്ന ആലോചിക്കേ. ഇതിങ്ങനെ കിടക്കുവാണ്, നീണ്ടു നിവർന്ന് കിടക്കുന്ന ഇതുണ്ടോ. അതിൻ്റെ അകത്താണ് കണ്ണകി ദേവി ക്ഷേത്രം. ഇതുകൊണ്ടോ വണ്ടികൾ. ഉയ്യോ തിരക്ക് നോക്കിയടി, എൻ്റെ പൊന്നെ, പൊളി സെറ്റപ്പാട്ടോ ഇവിടെ. വമ്പൻ സെറ്റപ്പ് അവിടെ കാണാൻ. ഇത് കണ്ടല്ലോ, ഉയ്യോ തിരക്ക് കണ്ടോ. വമ്പൻ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വമ്പൻ. അവിടെ ചെന്ന് പെടാനായിട്ടാണ് പാട്. പക്ഷേ ചെന്ന് കഴിഞ്ഞാൽ ഉയ്യോ പൊടി കേട്ടോ. ഉണ്ടോ മോ, ഇത് കണ്ടോ, എൻ്റെ മോനെ, ഇത് പൊളിയാ കേട്ടോ. വമ്പൻ വ്യൂ ആണ്. അയ്യോ അവിടെ ചെല്ലണം എൻ്റെ അമ്മോ. ഇതുണ്ടല്ലേ, ഇതുണ്ടല്ലേ, നമുക്കിനി കണ്ടോ അവിടെയാണ് ചെല്ലേണ്ടത്. ഇതുണ്ടോ ആ പോയിന്റ്. ഉയ്യോ എൻ്റെ പൊന്നെ, ഇത് കണ്ടല്ലേ, വളഞ്ഞ് അവിടെ വരെ ഇവിടെ കൂടെ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഇവിടെ മാത്രമേ. ആ ഇതുപോലൊരു വ്യൂ എനിക്ക് തോന്നുന്നത് ലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഇതുപോലൊരു വ്യൂ. ഇതുണ്ടല്ലേ, ഉയ്യോ ഇത് പമ്പ സെറ്റപ്പ് അല്ലേ. വളഞ്ഞ് ഉയ്യോ, ഇത് കണ്ടല്ലേ. ഇനി 4 കിലോമീറ്റർ ഉണ്ടോ. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ ചെന്ന് അവിടെ ചെല്ലണം. നമുക്ക് ആ കാണുന്ന ആ കാട് പിടിച്ച് കിടക്കുന്നിടത്ത് വേണം ചെല്ലാനായിട്ട്. അവിടെ വേണം ചെല്ലാനായിട്ട്. അപ്പം ചെല്ലുമ്പോൾ കണ്ടല്ലേ, ആ മലയും കടന്ന് അപ്പുറേ കാണുന്ന മലയുടെ അവിടെ വേണം നമുക്ക് ചെല്ലാനായിട്ട്. കണ്ടല്ലേ, നടന്ന് ഊപ്പാട് ഇരുന്ന് നമുക്ക് നടക്കാം, സമയം കളയണ്ട. പക്ഷെ നല്ല വ്യൂ ആട്ടോ, അട്ടിപ്പം വ്യൂ ആണ്. എടി ഇതുപോലൊരു വ്യൂ എനിക്കൊന്ന് വേറെ മേഘമല ഇതുമായിട്ടൊന്നും നമുക്ക് ഒരിക്കലും വരില്ല. കാരണം ഇതുപോലത്തെ ഒരു വ്യൂ ഇല്ല. ഇത് വമ്പൻ വ്യൂ. അതെ, മഞ്ഞുണ്ട്. പിന്നെ ഇടിയോ എല്ലാം വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. ഇതുകൊണ്ടല്ലേ വമ്പൻ സെറ്റപ്പ്, വമ്പൻ ഇതുകൊണ്ടല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നടക്കാം, സമയം പോകണ്ട. ഇവെല്ലാം മഴ എല്ലാം പെയ്തെങ്കിൽ പെട്ടു. അപ്പോൾ നമുക്ക് നടന്ന് ഇങ്ങനെ പോകുന്നില്ല. ആൾക്കാർ ഇങ്ങനെ ജീപ്പിന് വരുന്നതിനെക്കാട്ടും കൂടുതൽ നടന്നു വരുന്ന ആൾക്കാരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്.
ഇതെടുത്തേ, ഇപ്പോൾ ചൂട് തുടങ്ങി. 10 മണിയായി കഴിഞ്ഞതിനും നല്ല ചൂടായി. പക്ഷെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഇതുപോലത്തെ ഒരു വ്യൂ നമുക്ക് കേരളത്തിലല്ല, എനിക്കൊന്ന് ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ரொம்ப വ്യൂ ആണ്. ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. ആ മലയുടെ മണ്ട ചെന്ന് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. അതായത് ഒരു ഫോറസ്റ്റ് ഫുള്ളായിട്ട് കാണാം ഇവിടെ നിൽക്കുമ്പോൾ. പതുക്കെ കയറിയാൽ മതി. അണ്ട് അതൊരു ടവറായിരുന്നു, ഇപ്പൊ അത് വർക്കല്ല. അവിടെ താമസക്കാരുണ്ടോ ഏട്ടാ ഇതിന് മണ്ടല്? ആൾക്കാരൊന്നും ഇല്ല, വർഷത്തിൽ ഒരു ദിവസം. അല്ല അതല്ല, ഈ ഫോറസ്റ്റുകാർ കാണും മണ്ടൽ താമസിക്കുന്നത്. ഫോറസ്റ്റുകാർ താമസിക്കും, ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ട്. മണ്ടലുണ്ട് ഒത്തിരി ക്വാർട്ടേഴ്സ് ഒക്കെ. ഇതിന് മണ്ടുണ്ടോ? അതവിടെ ക്വാർട്ടേഴ്സ് എല്ലാം ഉണ്ട്. അതൊരു ടവറായിരുന്നു, ഇപ്പം വർക്കല്ല. ഞങ്ങള് നേരത്തെ വരും വമ്പ പൊടി ഇതുണ്ടല്ലേ, ഭയങ്കര പൊടിയാണ് വണ്ടികളിങ്ങനെ. ഇതുണ്ടോ കേരളത്തിലെ ഫുള്ള് ജീപ്പുകൾ, 4 വീൽ ജീപ്പുകൾ മൊത്തം എനിക്ക് തോന്നുന്നു ഈ മംഗളാദേവി കണ്ണകി ദേവി ക്ഷേത്രത്തിൽ നിന്നുണ്ട്. ഇതുകൊണ്ട് ആ മലയുടെ മണ്ടലോട്ട് നോക്കിക്കോണം, ജീപ്പുകൾ കാണുന്നുണ്ടെങ്കിൽ ഒരു 1,00,000 ജീപ്പ് അതിന് മണ്ടലുണ്ട്. അങ്ങോട്ട് നോക്കി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ പോലെ കിടക്കും. ഒരു 4 ട്രെയിൻ അടുപ്പിച്ചിട്ട് എങ്ങനെ ഇരിക്കും അതുപോലെ. എൻ്റെ പോന്നെ വന്നില്ലേ നമ്മൾ നേടും. ഇതുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ടോ അതിലൂടെ? അല്ലേ, ആൾക്കാർ അങ്ങൊന്ന് വരുന്നേ ഉള്ളൂണ്ടോ. ഉണ്ട് ആൾക്കാർ അവിടുന്ന് ഇതുണ്ടല്ലേ. നമ്മൾ വന്നത് ആണ്ട് അങ്ങൊന്നും കാണാൻ വന്നത് കേട്ടോ, ആ കാട്ടിക്കൂടെ കണ്ടാണ് നമ്മൾ വന്നത്. അത് തന്നെ പിന്നെ അവിടെ ചെല്ലണം. ഇതുണ്ട് അവിടെയാണ് അമ്പലം, അവിടെയാണ് അമ്പലം. ഒയ്യ പൊടി. ഇനിയും കുറെ നാൾ ഇത് കണ്ടില്ലേ. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും അടുത്ത വർഷം മസ്റ്റായിട്ട് നിങ്ങൾ വരണം. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു നഷ്ടമായി ഇപ്പം വന്നില്ലെങ്കിൽ അതുപോലൊരു വ്യൂ ആണല്ലേ. കണ്ടല്ലേ, ഒരു വമ്പ സെറ്റപ്പാണ്. അവർ ഫുഡ് കഴിക്കാൻ പോകുന്നതല്ലേ. ഇത് കണ്ടോ, ലോകത്ത് എവിടെ പോയാലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വ്യൂ കാണാൻ പറ്റില്ല. അപ്പം നമ്മുടെ സ്വന്തം നാട്ടിലാണ്. അപ്പം തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഒരു സൈഡ് തമിഴ്നാട്, നമുക്ക് ഇവിടെ നിന്ന് തേക്കടിയിലെ വെള്ളമൊക്കെ കാണാൻ പറ്റും. കണ്ടില്ലേ, നമ്മൾ വന്നത് ഏകദേശം അവിടെ നല്ലടാ ആ മലയുടെ അങ്ങേന്നാണ് കാണുന്നുള്ളൂ. അതിനെ അങ്ങനെ നമ്മൾ മലയിലോട്ട് കയറുവാണ്. നമ്മുടെ വാഗമണിലെ പോലെ മൊട്ടക്കുന്ന് പോലത്തെ മലയിട്ട് കയറുവാണ്. ആൾക്കാർ കണ്ടിട്ട് ഇറങ്ങിപ്പോയി, തൊഴുതിട്ട് ഇറങ്ങിപ്പോകുന്ന ആൾക്കാർ തമിഴ്നാട്ടിലുള്ളവരാണ്. ഇതിലെ കൂടെ ഇപ്പുറത്തെ മലയിൽ കൂടെ കയറി നേരെ അവിടെ നിന്ന് കമ്പത്തോട്ട് ഇറങ്ങിപ്പോന്നു. അതുകൊണ്ട് ഈ മലയിലോട്ട് ആ സൈഡിൽ കൂടെ കാണാം, മലയിൽ കൂടെ ഇറങ്ങി ആൾക്കാർ അതിലേം പോകുന്നുണ്ട്. കണ്ടോ, നേരെ തമിഴ്നാട്ടിൽ നടന്നു പോകുന്നു. അല്ലാത്തവർ ഇങ്ങനെ നടന്നതുണ്ടോ, ഇങ്ങനെ അതിൽ കൂടെ ഇങ്ങനെ നടന്ന് കയറി പോവാണ്. അല്ലേ, അങ്ങനെ നമ്മളൊരു കയറ്റം കയറി. ഇനി ഇവിടെ നിന്ന് കിടക്കുവാൻ ഒരു 2 കിലോമീറ്റർ വേണ്ടേ. കണ്ടില്ലേ, അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇപ്പം നടന്നു തുടങ്ങുന്നേ ഉള്ളൂ. കണ്ടല്ലോ എൻ്റെ പൊന്നെ. കേട്ടില്ല, നമ്മൾ അങ്ങ് ദൂരെ കാണുന്നേ അവിടെ നിന്നെങ്ങാണ്ടാണ് വന്നത് കേട്ടോ. ഇതുണ്ട് ഇങ്ങോട്ടേക്ക് ഈ താഴെ നിന്നൊക്കെ ആൾക്കാർ. എൻ്റെ മോൻ, ഇവരൊക്കെ ഇനി എപ്പോൾ വരുമോ? നമ്മൾ താണ്ട് ഇവിടെ നിന്നെങ്ങാണ്ടാവും, അങ്ങ് കാണുന്ന ആ മലയുടെ അവിടെ നിന്നെങ്ങാണ്ടാവും കേട്ടോ. അവിടെയാണ് തേക്കടി. കണ്ടല്ലേ, നടന്ന് നമ്മൾ എല്ലാവരും ചക്രശ്വാസം വലിച്ചാ കയറുന്ന കേട്ടോ. കേട്ടോ, ഇതല്ലേ ഇരുന്നിരുന്ന് മടുത്ത് എല്ലാവരും കയറിപ്പോന്നെ. ഇതന്നെ
കൊണ്ടാട്ടി ഇവിടെ ഇരിപ്പുണ്ട്. കൊണ്ടാട്ടി മടുത്തു പോയി. പക്ഷെ നല്ല വ്യൂ ആട്ടോ ഇവിടെ കാണാൻ. നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ ഇടിയും മഴ പെയ്യുന്നാൽ തീർന്നു, ഒന്നും പറയാനില്ല. പിന്നെ പെട്ടുപോത്തേ ഉള്ളൂ. ഉണ്ടോ ആൾക്കാർ മുതുകേരം കയറി വരുവാണ്. നോക്കാം. ഇതല്ലേ നമ്മളങ്ങനെ ഏകദേശം ടോപ്പിലെത്തി കേട്ടോ. ടോപ്പിലെത്തുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നതല്ലേ. അതിലൂടെ തമിഴ്നാട്ടിലെ ആൾക്കാർ ഇവിടെ ദർശനം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നു. അതിലേക്ക് താഴോട്ട് നമ്മുടെ താണ്ടെ തേക്കടി, നമ്മുടെ കുമിളി താണ്ടി ഇവിടെ നിന്ന് കാണുന്നുണ്ട്. ഇതല്ലേ നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. ഈ കൊടും കാട്ടിക്കൂടി, ഈ വനത്തിൽ കൂടെ എൻ്റെ ദൈവമേ എന്തുമാത്രം നടന്നു. ഇത് കണ്ടില്ലേ, ഈ കൊടും കാട്ടിക്കൂടെ നമ്മൾ നടന്നു വന്ന്. എടി കാട്ടുപോത്തില്ലേ, ഇതേ കാർത്തില്ലേ കാട്ടുപോത്ത് ഇതാണ്. കാട്ടുപോത്തിനെ കാണിക്കാവേ. കാട്ടുപോത്ത് എന്തി എനിക്ക് സൂം ചെയ്ത് കാണുന്നില്ലല്ലോ. ആ കിട്ടുന്നുണ്ട്. ഇതുണ്ട്, ഇതൊരു കാട്ടുപോത്ത് നിൽക്കണ്ടേ. ഇതുണ്ട് കാട്ടുപോത്ത് നിൽക്കുന്നുണ്ടല്ലോ. അപ്പം ആദ്യം കണ്ട ഒരു വന്യമൃഗമാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു കാട്ടുപോത്ത് നിൽപ്പുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. കണ്ടോ, ഓരോ വർഷം കഴിയുന്നവരും ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത വർഷം ഇതിൻ്റെ ഇരട്ടിയാളും. അല്ലല്ല കാട്ടുപോത്ത് കാലേ പെണ്ണില്ല, വെള്ള കളർ. ഇതുണ്ടല്ലോ വണ്ടികളെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കേരള സാമ്രാജ്യത്തിലെ മൊത്തം ജീപ്പുകൾ ഇന്നത്തെ ദിവസം ഇവിടെ ഉണ്ട്. അതുപോലെ ലക്ഷക്കണക്കിന് ജീപ്പുകളാണ്. എൻ്റെ ദൈവമേ, ഒന്നും ആയില്ല കേട്ടോ. ഞങ്ങൾ ഏകദേശം ടോപ്പിലെത്തേക്കുന്നേ ഉള്ളൂ. ഇനി എവിടെ നടക്കുന്നത് ഇനി വീണ്ടും. എടി എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? സംഭവം ഇഷ്ടപ്പെട്ടു. പക്ഷേ ആസ്വദിക്കാൻ നടന്നേ കാലിൻ്റെ ഒക്കെ ഏട്ടപ്പാട് തീർന്നു. ഇനി കുറച്ച് ദിവസം ജിമ്മിലൊന്നും പോകണ്ട. ഇവിടെ ഇങ്ങനെ ഇരുന്നാ വീട്ടിൽ ഒയ്യോ കാലിൻ്റെ എട്ടപ്പാട്ട് തീർന്നു. ഒയ്യോ 17 കിലോമീറ്റർ വനത്തിൽ കൂടെ ഇതുണ്ട്, ടൈഗർ റിസർവിൽ കൂടെ. എൻ്റെ അമ്മച്ചിയോ. അപ്പോൾ വരാത്തവരൊക്കെ വരണം. നിങ്ങൾ മാക്സിമം ജീപ്പിൽ നിന്ന് വന്നാൽ മതി. പക്ഷേ ജീപ്പ് ഉണ്ട്, ജീപ്പ് കൊണ്ട് അനങ്ങുന്നുണ്ട്. ജീപ്പ് ഇവിടെ വെറുതെ കിടക്കുന്നുണ്ടോ, ഒരു ജീപ്പ് പോലും അനങ്ങുന്നില്ല. അവിടെ കിടക്കുക, അതുപോലെ ബ്ലോക്ക് ആയിപ്പോയി. ഇതുണ്ടോ. അപ്പോൾ ഇതിന് ആൾക്കാർ ഇവിടെ ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണകി ദേവിയെ കാണാൻ വേണ്ടി ഉള്ള തിരക്കാണ് ഈ കാണുന്നത്. ഇതല്ലേ നമ്മൾ ഇതിലേ കൂടെ വന്നതല്ലേ. ഒരു വഴി കാണുന്നുണ്ട്. ഒരു വഴി നമ്മുടെ അരിക്കൊമ്പനെയൊക്കെ അഴിച്ചു വിട്ട കാടായത് കേട്ടോ. ഇതിലേ കൂടെയാണ് നമ്മുടെ അരിക്കൊമ്പനെ അപ്പുറത്തെ കാട്, മറ്റേ തമിഴ്നാടിൻ്റെ ഒരു വനത്തിലോട്ട് കയറി പോയിരിക്കുന്നത്. ഇപ്പോൾ ഈ വനത്തിലാണ് നമ്മൾ അരിക്കൊമ്പനെ അഴിച്ചു വിട്ട വനമാണ് ഈ കാണുന്നത്. അതെവിടെ ഏട്ടാ? തമിഴ്നാട്ടിലെ തുരങ്കം അല്ലേ? ആ തമിഴ്നാട് കേട്ടോ. ആ കാണുന്നതെല്ലാം തമിഴ്നാടാണ്. തമിഴ്നാടിൻ്റെ ഏരിയ ആണ്. ഇപ്പുറത്ത് വരുമ്പോൾ കേരളത്തിൻ്റെ ഇതാണ് നമ്മുടെ കുമിളി. എൻ്റെ പൊന്നെ ഇങ്ങോട്ട് നോക്കി, അങ്ങോ മലയുടെ മണ്ട നോക്കി ആൾക്കാർ നിൽക്കുന്നത്. അവിടെ വരെ നമുക്ക് ഈ ചെല്ലണം, അങ്ങ് അറ്റത്ത് കണ്ടോ, അങ്ങ് ചെല്ലണം. ഇതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കണ്ണകി ദേവിയെ കാണാൻ വേണ്ടി പോകുന്നത്. ജീപ്പ് പോകാൻ വേണ്ടി മാത്രം ഈ വഴി കേട്ടോ. ഇതിൻ്റെ ജീപ്പ് പോകാൻ വേണ്ടി മാത്രം ആൾക്കാർ നടന്നു പോകേണ്ട ഇതിലൊക്കെ കേട്ടോ. ഇതിലൊക്കെ ഇങ്ങനെ കയറി വേണം നടന്ന് പോകാൻ. ഉണ്ടേ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഭക്തജനങ്ങൾ ഉണ്ടല്ലോ, അവർ അതിലേക്കൂടെ കയറി തിരിച്ച് നടന്ന അതിൽ ഇറങ്ങിപ്പോ. അതെങ്ങനെ വ്യൂ, നല്ല വ്യൂ കേട്ടോ. ഉണ്ടല്ലേ എൻ്റെ പൊന്നെ. ഉണ്ടല്ലേ തമിഴ്നാട്ടിലെ ആൾക്കാർ അവിടെ അതിലേക്കൂടെ തിരിച്ചിറങ്ങി പോന്നു. ഇതുണ്ടല്ലേ ജീപ്പുകൾ. ഞാൻ പറഞ്ഞ പോലെ എനിക്കത് കേരളത്തിൽ മൊത്തം ജീപ്പ്, താറ്, ഇൻവേഡർ, നമ്മുടെ 4x4 എല്ലാ വണ്ടികളും കാണാൻ ഈ ഇന്നത്തെ ദിവസം നമ്മുടെ കണ്ണകി ദേവി ക്ഷേത്രത്തിലോട്ട് വരണം. ഇവിടുത്തെ ഉത്സവത്തിന് വേണ്ടി വണ്ടികളാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇതുണ്ടോ, ജീപ്പ് ട്രെയിൻ നിർത്തിയിട്ടേക്കുന്ന പോലുള്ള കാഴ്ചയാണ്. ഇതുണ്ടോ അങ്ങോട്ട് നോക്കിയേ. ഇതെല്ലാം ജീപ്പുകൾ കാരണം ബ്ലോക്കായി പോയി. ഈ റോഡ് ഫുള്ള് ബ്ലോക്കായി പോയി. കണ്ടോ, 1 മണിക്കൂറായിട്ട് ഇങ്ങനെ ബ്ലോക്ക് ആയി. അങ്ങോട്ട് കാണുന്നത് ഇതുണ്ടോ, മൊത്തം ജീപ്പുകളാണ്. ഇതുണ്ടോ ഫുള്ള് ജീപ്പാണ്. ഇതുണ്ടോ. ഇനി ഇതിലെ കൂടെ കയറി നമുക്ക് കണ്ടേ ഇവിടാണ് അമ്പലം ഇരിക്കുന്നത്. ഇവിടാണ് നമ്മുടെ അമ്പലം ഇരിക്കുന്നത്. അവിടെ വരെ ജീപ്പിൻ്റെ ബഹളമാണ് കണ്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, എത്രമാത്രം ജീപ്പും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വരുന്നത് ഓരോ വർഷവും. ഇനി അടുത്ത വർഷം ഇതിൻ്റെ ഇരട്ടി വരുന്നുണ്ടോ. ജീപ്പുകളുണ്ടോ ക്യൂ വന്നിങ്ങനെ. ഒരു 10-20 ട്രെയിൻ അടുക്കിയിട്ടാൽ എങ്ങനെ ഇരിക്കും. ഇതുപോലാണ്. ഇതിൻ്റെ ഫുള്ള് ജീപ്പ്. ഇത് കണ്ടില്ലേ കണ്ണകി അമ്മൻ ദേവി ക്ഷേത്രത്തിലോട്ട് വരുന്ന ഭക്തജനങ്ങളുടെ തിരക്കാണ് ഈ കാണുന്നത്. കണ്ടില്ലേ
റോഡ് ഫുള്ള് ബ്ലോക്കായി പോയി. അപ്പോൾ നമ്മൾ തേക്കടിയിൽ നിന്ന്, നിങ്ങൾ ആലോചിച്ച് കണ്ടിട്ടുണ്ടോ, തേക്കടിയിൽ നിന്ന് വരുന്ന വണ്ടികൾ തേക്കടിയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. 15 കിലോമീറ്റർ താണ്ടിയാണ് നമ്മൾ വന്നത്. അപ്പം അവിടെ നിന്ന് വീണ്ടും വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആലോചിച്ച് ചോദിക്കുക, അവിടെ നിന്ന് എത്ര ജീപ്പുകൾ പിന്നെ ഈ കാടി വനത്തിൽ കൂടി ഇങ്ങനെ വരുന്നത്. ചേട്ടാ തേക്കടി അവിടെ ഇല്ല, അതല്ലേ കുമളി, അവിടെ കുമളി അതല്ലേ, ആ കുമളിയിൽ നിന്ന് ഇപ്പോഴും വണ്ടികൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആലോചിക്കും എന്തുമാത്രം വണ്ടികളും ജനങ്ങളും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വീണ്ടും ആണ്ടേ ഇങ്ങനെ നടക്കാം. ഇതല്ലേ നടന്നാണ് ഇനി അവിടെ ചെല്ലണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. ഓടി ഇറക്കാം പാ. അയ്യോ, ഏതായാലും ഒരു ഭാഗ്യമുണ്ട്, വലിയ ചൂട് വെയിലില്ല കേട്ടോ. ഭയങ്കര ചൂട്, പൊള്ളുന്ന വെയിൽ വന്നില്ല. കൊച്ചിനെ കൊണ്ടുവന്നാൽ ഞങ്ങൾ പെട്ടുപോയനെ കേട്ടോ. സാറിന് ഞങ്ങൾ എല്ലായിടത്തും മോനെ കൊണ്ടുവരുന്നതാണ്. കൊച്ചിനെ കൊണ്ടുവന്ന് 2 വയസ്സ്. അയ്യോ, പെട്ടുപോയനെ കേട്ടോ. ഇവിടെ ആരും ഇല്ല അത്രേ 2 വയസ്സുള്ള കൊച്ചിനെ കൊണ്ടുവന്ന്. ഭയങ്കര റയറായിട്ടേ ഉള്ളൂ. എന്നമോ ഇണ്ടല്ലേ, അങ്ങോട്ട് ചോദിക്കേ, തട്ടുതട്ടായിട്ടുള്ള മലയുടെ മണ്ട വരെ ആൾക്കാർ നിൽക്കുന്നു. മല കയറി ഏറ്റവും പക്കമുള്ള മലയിലാണ്. ഇത് കണ്ടില്ലേ എൻ്റെ ദൈവമേ, ജീപ്പുകൾ ക്യൂ കിടക്കുന്നു. ജീപ്പുകളുടെ ഒരു ഇത് കണ്ടല്ലോ, വണ്ടി അനങ്ങുന്ന പോയില്ല, അതുപോലെ തിരക്കാണ്. ലക്ഷക്കണക്കിന് ജീപ്പുകളാണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതുണ്ടോ വണ്ടി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഓർത്തോണം, ഇപ്പോഴും തേക്കടിയിൽ നിന്ന് ആൾക്കാരെ ഇങ്ങനെ ഇങ്ങോട്ട് കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. 2 മണി വരെ അങ്ങാണ്ട് അവിടെ നിന്ന് ആൾക്കാരെ കടത്തി വിടും. അതുപോലെ തിരക്കാണ് ഈ ദേവീക്ഷേത്രത്തിലോട്ട് വരുന്നത്. വർഷത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടില്ലേ എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ജനത്തിരക്ക് വരുന്ന ഒരു അമ്പലം. ഇത് കണ്ടില്ലേ നിൽക്കുന്നത്, എൻ്റെ അമ്മച്ചിയേ, ഇവിടാണ് ക്ഷേത്രം. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, അയ്യോ, ഇത് കണ്ടില്ലേ, മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തിലോട്ട് വരുന്ന തിരക്കാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്നത്. ഇതല്ലേ, തമിഴ്നാട്ടിലെ ആൾക്കാർ ഇതിലൂടെ വന്നിട്ട് നടന്നു പോകും. ആ ചേട്ടാ, ഇത് കണ്ടില്ലേ തിരക്ക് നോക്കി, എൻ്റെ ദൈവമേ, ഇതെന്ത് തിരക്കാ. ഒരു ക്ഷേത്രത്തിലോട് ഇതുപോലെ തിരക്ക് വരുന്നത് ആദ്യമായിട്ടാണെന്നേ. അടിപൊളി വ്യൂ കേട്ടോ. ഇതല്ലേ, തമിഴ്നാട്ടിലെ ആൾക്കാർ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം അവർ ഇതിലേക്കൂടെ നടന്ന് ഇതുണ്ടേ, ഇതിലേക്കൂടെ നടന്ന് അവർ നേരെ തമിഴ്നാട്ടിൽ ഇറങ്ങിപ്പോന്നു. ഇപ്പോഴും താണ്ട് അങ്ങനെ ആൾക്കാർ വരുന്നേ ഉള്ളൂ കേട്ടോ. ആണ് വളർന്ന് ഇങ്ങനെ ആൾക്കാർ നടന്ന് കയറുന്നേ ഉള്ളൂ. കണ്ട നമ്മുടെ തേക്കടി ജലാശയം കാണുന്നു. മുല്ലപ്പെരിയാണോ? ആ, മുല്ലപ്പെരി അത് തന്നെ, അല്ല അത് തന്നെ. കുഞ്ഞുള്ളതുകൊണ്ട് അവനെ കിട്ടി. കൊച്ചുള്ളതുകൊണ്ട് അവനെ കിട്ടി. കൊച്ചിന് വഴി അറിയായിരുന്നു. വഴി അറിയാവുന്ന ആ മനുഷ്യന്റെ ശത്രു ഇത് കാരണം നമ്മളിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുവല്ലേ. നല്ല സ്വസ്ഥമായിട്ടിരിക്കണം. അത് തന്നെ നമ്മുടെ മുല്ലപ്പെരിയാറിലെ വെള്ളമാണ്. ഫെമിനിസ്റ്റോ? അതെ.
ചേട്ടാ ആൾക്കാർ ഇപ്പോഴും അവിടെ നമ്മൾ നടന്നു വന്ന വഴി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ എപ്പോൾ അവരിവിടെ എത്തുന്നുണ്ടോ കേട്ടില്ല. ആൾക്കാർ ഇങ്ങനെ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. നമ്മുടെ മുല്ലപ്പെരിയാർ വെള്ളം കിടക്കുന്നുണ്ടല്ലേ, മുല്ലപ്പെരിയാർ ഡാമിന്റെ വെള്ളമാണ് കിടന്നത്. തേക്കടി തേക്കടി ഈ വെള്ളം കുടിക്കാവേ, വെള്ളം കിട്ടും. മോണെ ഇതുണ്ട്. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ്ട് ടോപ്പിൽ നിന്നുള്ളൊരു കാഴ്ച, ടോപ്പിൽ നിന്നുള്ളൊരു കാഴ്ച കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു കാട്ടുപോത്ത് നടന്നിട്ടുണ്ട്. ഞങ്ങളെ കാട്ടുപോത്തിനെ കണ്ടവരും വേണ്ടിയാട്ടാ പതിയെ കറങ്ങി. ഇതന്നെ, ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു കിടുക്കാച്ചിരി കാഴ്ച. കണ്ടോ ആൾക്കാർ ഇങ്ങനെ ആർച്ച് പോലെ ഇതുണ്ടോ ഇങ്ങനെ വളഞ്ഞ് കണ്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി, ഞങ്ങൾ എവിടുന്ന് വന്നെന്നോ ആലോചിച്ച്. എവിടുന്ന് വന്നിട്ട് ഇവിടെ ഒരു എത്തിയെന്ന് കാണുന്നു. ഇടുക്കിയുടെ ആർച്ച് ഡാം കാണുന്ന ആൾക്കാരെ ഇതുണ്ടോ വളഞ്ഞു പോയി ഇങ്ങനെ ഇങ്ങനെ കയറി കണ്ട്. ഇവിടാണ് നമ്മുടെ അമ്പലം ഉള്ളത്. ഇതാണ്ട് ഈ കാണുന്നത്. എല്ലാരും മടുത്തടി. എങ്ങനെയുണ്ട്? സൂപ്പർ. ഞങ്ങളുടെ കൂടെ വന്ന ചേട്ടൻ നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. മധുചേട്ടൻ പറയുന്നത് നടന്നു തന്നെ പോകണമെന്നാണ് പറഞ്ഞത്. മധുചേട്ടൻ പറഞ്ഞ കേട്ട് ഞങ്ങൾ നടന്ന് ഇപ്പൊ കാലിന്റെ എട്ടപ്പാട് തീർന്നു കേട്ടോ. ചേച്ചിമാരൊക്കെ പ്രായം ചെയ്യുന്നവരൊക്കെ ഊന്നുവടിയൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. നമുക്ക് പോകാം. ബാക്കിയും കൂടെ മഴ പെയ്തെങ്കിലേ പെട്ടുപോകും. കണ്ടില്ലേ വണ്ടികൾ ബ്ലോക്കാണ്. അപ്പോൾ ജീപ്പ് വന്നായിരുന്നു പെട്ടുപോകാനെ. കാരണം നമ്മൾ പൈസ കൊടുക്കുകയും ചെയ്യും, ജീപ്പോട്ട് അനങ്ങത്തുമില്ല. കണ്ടില്ലേ ഇങ്ങനെ ജീപ്പുകളുടെ ബ്ലോക്കാണ്. തിരിച്ച് ഇങ്ങോട്ട് റിട്ടേൺ ജീപ്പുകൾ കാണുന്നില്ല. അങ്ങോട്ടും ഇല്ല, ഇങ്ങോട്ട് ഇടയ്ക്ക് വെച്ച് ബ്ലോക്ക് ആയി ജീപ്പുകൾ മൊത്തം. കണ്ടില്ലേ ഹലോ അവിടെ ഒരു കാട്ടുപോത്തുണ്ടല്ലേ. ഒരു കാട്ടുപോത്തിന് എത്ര നേരം കണ്ടോ കേട്ടോ. അത് അപ്പുറം നമ്മൾ കാട്ടുപോത്താണ്. അവിടെ കണ്ടല്ലേ ആനയുണ്ടോ? എവിടെ ആണോ? ആനയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആകെ ഒരു കാട്ടുപോത്തിനെ കണ്ടുള്ളൂ. നമ്മൾ മുമ്പ് ജസ്റ്റ് ഇതാണ്ട് ഇവിടെ ആയിട്ട് നമ്മളൊരു കാട്ടുപോത്തിനെ കണ്ടായിരുന്നു കേട്ടോ. മുമ്പേ ഒരു കാട്ടുപോത്തിനെ ഇവിടെ കണ്ടായിരുന്നു. ആന ഇവിടെ ജസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് ചേട്ടാ? ശരി ശരി കണ്ടു. അതെ അവിടെ നീങ്ങി നീങ്ങുന്നുണ്ട്. ആനക്കട വലിയ കറുത്ത് മുമ്പേ അവിടെ നിന്ന് കണ്ടാ ഞങ്ങള്. അവിടെ വേറെ വലിയ പറഞ്ഞിട്ടുണ്ട്. ഇതുണ്ട് ആ കാടിന് അവിടെയാണ് നമ്മുടെ കണ്ണകി ദേവി ക്ഷേത്രമുള്ളത്. പഴയ ക്ഷേത്രമാണ്. അത് പൊട്ടി പൊളിഞ്ഞ് കിടക്കുവാണ്, മൊത്തം പൊളിഞ്ഞ് കിടക്കുവാണ്. അല്ല ഇതെല്ലാം ക്യൂ നിൽക്കുന്നുണ്ട്. അകത്ത് പ്രവേശിക്കാനുള്ള ആൾക്കാരുടെ ക്യൂ ആണ് നിൽക്കുന്നത് കേട്ടോ. വണ്ടി ഏകദേശം എനിക്കൊന്ന് ഇവിടെ വരെ വണ്ടി എടുത്തുള്ളൂ. കണ്ടില്ല തിരിച്ച് വരുന്ന വണ്ടികളാണ്. ഭയങ്കര ബ്ലോക്ക് ആയി പോയിട്ടുണ്ട്. ഇവിടെ വന്ന് വമ്പൻ ബ്ലോക്ക് ആയി പോയിട്ടോ. കണ്ടില്ലേ വാഹനങ്ങളുടെ ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വമ്പൻ ബ്ലോക്ക് ആയിപ്പോയി വണ്ടി. അല്ല ഉറുമ്പ് അനങ്ങുന്ന പോലെയാണ് വണ്ടികൾ പോകുന്നുണ്ടോ. കണ്ടോ ഉറുമ്പ് അനങ്ങുന്ന പോലെ തന്നെയാണ്. റോഡ് ഭയങ്കര ബ്ലോക്ക് ആയി പോട്ടോ. ഒരു സൈഡിലോട്ടുള്ള വണ്ടികളൊന്നും അനക്കമില്ലാതെ കിടക്കുവാണ്. അത് തന്നെ ഈ ഡ്രൈവർമാർ ഒന്നും വണ്ടിയിലില്ല. എല്ലാം വണ്ടി ഇട്ടിട്ട് ഓടി തോന്നുന്നു കേട്ടോ. ഇല്ല വണ്ടി ഭയങ്കര ബ്ലോക്ക് ആയിരുന്നില്ലേ. വൺ സൈഡിലോട്ടുള്ള വണ്ടികളെല്ലാം ബ്ലോക്ക് ആയിപ്പോയി. ല്ലേ എന്താ പൊന്നെ. ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാട്ടോ ഇവിടുത്തെ കണ്ണകി ദേവി ക്ഷേത്രത്തിലെ ചിത്രാ പൗർണമി മഹോത്സവത്തിന്. അപ്പം വരാത്ത എല്ലാവരും അടുത്ത വർഷം വരണം. അടുത്ത വർഷം ആകുമ്പോൾ ഇവിടെ റോഡൊക്കെ നന്നാക്കണം. ഇത് രണ്ട് സർക്കാരും കൂടെ ചേർന്ന് ഇവിടെ റോഡൊക്കെ നല്ല സെറ്റാക്കി ഒരു വികസനങ്ങൾ ഇവിടെ വരണം. എങ്കിലും ഇവിടെ ആൾക്കാർക്ക് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നതല്ലേ. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ഫെസിലിറ്റീസും റോഡൊന്നും ഇവിടെ ഇല്ല. ഇതുണ്ടല്ലേ ആൾക്കാർ മണ്ടേ കൂടെ നടക്കുന്നു. അയ്യോ ഇതല്ലേ അമ്പലാണ് കേട്ടോ.
മടുത്ത് കൊണ്ടാക്കി മടുത്ത് പിന്നെ ചെറിയ പറഞ്ഞിരുന്നുണ്ട്. താഴെ ഇതല്ല, ഇവിടെ ഭയങ്കര കൊക്കയാട്ടോ. ഇത് ഭയങ്കര കുഴിയാണ്. സൈഡിൽ കൂടെ നമ്മൾ പോണത്. അല്ലേ അവിടെ വണ്ടികൾ കാരണം ഒരു രക്ഷയില്ല കേട്ടോ. ലക്ഷക്കണക്കിന് വണ്ടികളാണ് ഇവിടെ. നല്ലൊരു സെറ്റപ്പ് കാണിക്കാം. ഇടത്ത് സൈഡ് കാണിക്കാം. തമിഴ്നാട് കാണുന്ന നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ. ഭയങ്കര വ്യൂ കേട്ടോ. ഭയങ്കര ബ്ലോക്ക് കാരണം ഒരു രക്ഷയില്ല. കണ്ടില്ലേ ആൾക്കാർ ഇങ്ങനെ, തമിഴ്നാട്ടിലുള്ള ആൾക്കാർ ഈ സൈഡിൽ കൂടി ഇങ്ങനെ ഇറങ്ങി അവർ അതിലേക്ക് കൂടെ ഇറങ്ങി താഴോട്ട് പോകും അല്ലേ. താഴെ കൂടെ ഇറങ്ങി അവർ നേരെ തമിഴ്നാട്ടിലോട്ട് പോകും. ഇതുണ്ടോ നമ്മുടെ ആൾക്കാർ വരുന്ന നോക്കണേ. എൻ്റെ പൊന്നെ, ഇതെന്തുവാ ഇത്? ല്ലേ ആൾക്കാർ ഇവിടുന്ന് ഇപ്പോഴും ഓർത്തണം. ഇതുണ്ട് കുമളിയിൽ നിന്ന് ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കും കേട്ടോ. കൂടെ തന്നെ ഇനി കാണിക്കാം ഒരു മിനിറ്റ്. ഇതുണ്ടല്ലേ ഇതിങ്ങനെ ലക്ഷക്കണക്കിന് ജീപ്പുകളും ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ്. ഇതല്ല അങ്ങോട്ട് നോക്കണം. അവിടെ നിന്നാണ് ഇത്. അത് തന്നെ ഉണ്ടോ? അയ്യോ മടുത്തു കേട്ടോ. നടന്ന് നമ്മൾ ഇത്ര ഇങ്ങനെ ഒരു ദൂരം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അയ്യോ തിരിച്ച് ജീപ്പിനുള്ളൂ. എന്നാണെങ്കിലും ജീപ്പ് കിട്ടിയാലും കിട്ടിയാലും നമ്മളിവിടെ കിടക്കും. പൊന്നെ മടുത്തു. നമ്മൾ അങ്ങ് ദൂരെ നിന്ന് കണ്ട വഴി കാണിക്കാം. നമ്മൾ നടന്നു വന്ന വഴിയാണിത്. നമ്മൾ അവിടെ നിന്നാണ് നടന്നു അങ്ങ് കാണും ദൂരെ തന്നെ. പിള്ളേർക്ക് അതിന് കുത്തനെ അടക്കുമുണ്ട്. ആണ് അങ്ങനെ നമ്മൾ ഏകദേശം മെയിൻ ക്യൂ അതായത് അമ്പലത്തിനകത്ത് പ്രവേശിക്കാനുള്ളതിൻ്റെ ക്യൂവിനോട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ ഇത്രയും ക്യൂ ആണ്. അങ്ങോട്ട് നോക്കിയേ. അല്ല അങ്ങ് ദൂരെ കാണുന്നതാണ് അമ്പലം. പൊളിഞ്ഞ് കിടക്കുവാണ്. ഇതുണ്ട് മൊത്തം അമ്പലം മൊത്തം തകർന്ന് കിടക്കുവാണ് കേട്ടോ. തിരക്ക് നോക്കിയോ?
തീർന്നടി. ഒരു ചേച്ചി കൈയിട്ട് പറ്റുന്നത് തീർന്നു. തിന്നാനൊന്നും കിടന്നില്ല. ഇവിടെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലും വയ്യാഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയുള്ള ചെറിയ സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് തിരക്കുണ്ടല്ലേ, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങി എല്ലാ സംഭവങ്ങളുണ്ട്. അന്യായ തിരക്കാണ് എല്ലാം. ഭയങ്കര തിരക്കാണ് ഇതല്ലേ. ഇനി അമ്പലത്തിലോട്ട് കയറാനുള്ള ക്യൂ ആണ് നിൽക്കുന്നത്. ഞങ്ങളിവിടെ ഒരു കൊമ്പനെ കണ്ടു. ഒരു കൊമ്പൻ ഇവിടെ നിൽപ്പുണ്ട്. എവിടെയായിട്ടാണ് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എവിടെയായിട്ട് ഇത് ഇപ്പൊ കാണുന്നത് മാഞ്ഞു പോയത്. ഇടയ്ക്ക് ഇവിടെ കണ്ടാണ്. എന്റെ കൈയുടെ നേരെ ഒരു ചെളിയുടെ കളറിൽ അങ്ങനെ വനത്തി നമ്മളിപ്പോ ആനയെ കണ്ടു കേട്ടോ. ആണ്ടയ്ക്കുന്നു, ചെവി ആട്ടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ചെവി ആട്ടിരായിട്ട് നിൽപ്പുണ്ട് ഒരു ആനക്കുട്ടൻ. അല്ലേ, ഭയങ്കര തിരക്കാട്ടോ. ആൾക്കാർ ഇങ്ങനെ ക്യൂ വന്നിരിക്കുകയാണ്. ഇനി അമ്പലത്തിൽ കയറാൻ വേണ്ടി ക്യൂ വെക്കണം കേട്ടോ. കണ്ടില്ലേ, നമ്മൾ വന്ന സ്ഥലം കാണിക്കാവേ. ഇങ്ങോട്ട് വെക്കണം. ഇത് കണ്ടോ, നമ്മൾ ഇവിടെ നിന്നാണ് നടന്ന് വന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. അതുകൊണ്ട് നിങ്ങളെ കാണിച്ചത്. കണ്ടില്ലേ, അതിലെ കൂടെ നടന്ന് ഇങ്ങനെ ഇതുണ്ടല്ലേ, മുല്ലപ്പെരിയാറിലെ വെള്ളം കിടക്കുന്നു. ക്യൂ വന്നു അടുത്തോട്ടെ. அப்ப நேற்று நம்ம நைட்டு பார்த்தது பௌர்ணமி தான். ஆமா, பெரிய நிலா தான் பார்த்தேன். டீகரையிலேருந்து போயிருந்தாங்க. അങ്ങനെ നമ്മൾ അമ്പലത്തിനകത്തോട് പ്രവേശിക്കുന്ന കവാടത്തിൻ്റെ അവിടെ എത്താറായി. അപ്പോഴും ആൾക്കാരവിടെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ടോ. എല്ലാ ആൾക്കാരും തന്നെ ഈ പട്ടാളക്കാരെ പോലെ ഇങ്ങനെ വേഷമിട്ടെ ഫോറസ്റ്റ്, ബീറ്റ് ഫോറസ്റ്റിൻ്റെ ആൾക്കാർ, എല്ലാ പോലീസുകാർ, ഫോറസ്റ്റ് എല്ലാവരും മടുത്ത് കേട്ടോ. കാരണം അവർ രാത്രി വന്നാണ്. അത് 10 മണി വരെ അവരോട് നിൽക്കണം എന്നാണ് പറഞ്ഞത്. ആൾക്കാരെല്ലാം പറഞ്ഞു വിട്ട്, വണ്ടിയെല്ലാം പറഞ്ഞു വിട്ട് ക്ലീൻ ചെയ്തിട്ട് അവർക്ക് ഇനി ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. ആൾക്കാരെല്ലാം മട്ടത്തിരിക്കുന്നുണ്ടല്ലേ, പോലീസുകാരൊക്കെ മട്ടത്ത് ഉറങ്ങി. എന്തോ
ഭയങ്കര ഒരു ക്ഷേത്രമായിരുന്നു. പക്ഷെ അത് മൊത്തം ഇങ്ങനെ എന്താ പറയുക നശിച്ചു പോയി. ഇത് കണ്ടില്ലേ, ഭയങ്കര ക്ഷേത്രമായിരുന്നു, പുരാതന ക്ഷേത്രമാണ്. പക്ഷെ അത് ഇപ്പോൾ മൊത്തം തകർന്ന് കിടക്കുവാണ്. ഇതുണ്ടല്ലേ, ഇതുണ്ടല്ലോ ജനത്തിരക്ക് നോക്കിയേ. ഇപ്പം ഞങ്ങൾ അകത്തോട്ട് ഇതിൻ്റെ പുരാതന ക്ഷേത്രമാണ്. ഇതുണ്ട് ഇപ്പം ഇതേ ഉള്ളൂ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ ഇതാണ് ഇപ്പം ബാലൻസ്. 2 സംസ്ഥാനത്തിൻ്റെയും പൂജാരിമാരുണ്ട് ഇവിടെ. കേരളത്തിൻ്റെ ഉണ്ട്, തമിഴ്നാടിൻ്റെ ഉണ്ട്. തമിഴ്നാട്ടുകാർ കണ്ണകി ദേവി എന്നും പറയും, നമ്മൾ മംഗളാദേവി എന്നും പറയും. അല്ലേ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും 2 അല്ലേ ഭയങ്കര ക്ഷേത്രമായിരുന്നു അല്ലേ. ഇതെങ്ങനെ ഇവിടെ ഈ കല്ലൊക്കെ ഇത്രയും മലയുടെ മണ്ടയിൽ ഇതുപോലെ പല്ലാകയായിട്ട് കീറിയേക്കുന്ന കല്ലുകൾ വന്നെന്ന് ആലോചിച്ച് നോക്കാം അല്ലേ. അങ്ങനെ നമ്മൾ 14 മണിക്കൂറിന് ശേഷം നമ്മൾ എത്തി കേട്ടോ. 14 കിലോമീറ്റർ താണ്ടി വന്നു. അങ്ങനെ നമ്മുടെ മംഗളാദേവി ചിത്രാ പൗർണമി മഹോത്സവത്തിൽ നമ്മൾ വന്നതാണ്. ഇതല്ലേ നല്ല തിരക്കാണ്. ഒരു സൈഡിൽ കേരളത്തിൻ്റെ രീതിയിലുള്ള ചടങ്ങുകൾ നടക്കുന്ന അമ്പലമുണ്ട്. ഇവിടെ തമിഴ്നാടിൻ്റെ രീതിയിലുള്ള ചടങ്ങുകൾ നടക്കുന്ന അമ്പലമുണ്ട് കേട്ടോ. ഒരു സൈഡ് കണ്ണകി ദേവി ക്ഷേത്രവും ഒരു സൈഡിൽ മംഗളാദേവി. 2 ഒരാൾ തന്നെയാണ് ഇങ്ങനെ കയറി പോകുന്നത്. അപ്പം നമ്മളിനി എല്ലാം കഴിഞ്ഞു. ഒരു മിനിറ്റ്. അപ്പം നമ്മൾ അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടുത്തെ പമ്പ ചൂടാണ്, ഭയങ്കര ചൂടാണ്, അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലുകളെല്ലാം കാലക്രമത്തിൻ്റെ ഇതുകൊണ്ട് മൊത്തം തകർത്ത് കിടക്കും കേട്ടോ. നശിച്ച് കിടക്കുന്ന ഇതല്ലേ, വമ്പനാണ്. മടി അല്ലേ, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ചോദിച്ചു, ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ബാക്ക് ഒരു സൈഡ്. അങ്ങനെ നമ്മൾ മംഗളാദേവി ചിത്രാ പൗർണമി ദിവസത്തിൽ വന്ന് തൊഴുത് പോവാണ്. ഇതല്ലേ ആൾക്കാരെല്ലാം ഇഷ്ടം പോലെ ലക്ഷക്കണക്കാണ്. നമ്മൾ തിരിച്ചിറങ്ങി നോക്കി ഭയങ്കര ക്രൗഡ് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ക്രൗഡ് തന്നല്ലേ. ഇതുണ്ടോ, ഇനി നമുക്ക് നമ്മുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുക്കണം. ചൂട് കാരണം ഒരു നിവൃത്തിയില്ല കേട്ടോ. അയ്യോ, ഇനി ഇടിയായിരിക്കും വണ്ടിക്ക് ജീപ്പിലൊക്കെ കയറാൻ വേണ്ടിയുള്ള ആൾക്കാരെ. അപ്പൊ ഞങ്ങൾ പോയിട്ട് ഹലോ നിങ്ങളവിടെ അങ്ങനെ നമ്മൾ തിരിച്ചു പോവാട്ടോ. എൻ്റെ പൊന്നെ, ഒരു തരത്തിൽ ഒരു ജീപ്പിലെ സീറ്റ് കിട്ടി. ഒരു തരത്തിലൊരു സീറ്റ് കിട്ടി, ഞെങ്ങിയിരിക്കുവാണ്.